അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചന പഠനത്തിലേക്ക് വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 32ാമത്തെ ക്ലാസ്സിലേക്ക് 2025 നവംബർ മാസം 11-ാം തീയതി ഏവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഭാവികാല സംഭവങ്ങളുടെ കലവറയായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ഭാവികാലത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ആഗോള സഭയുടെ കഴിഞ്ഞ 2000 വർഷത്തെ ദൈവം സ്ഥാപിച്ച സഭ അതിൻ്റെ തികവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ എന്നാണ് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത എന്നറിയത്തില്ല. ഭാവികാലത്ത് ഇനി സംഭവിക്കാനുള്ള അതിപ്രധാനമായ സുപ്രധാനമായ സംഭവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലുമാകുന്നു എന്നുള്ള വിഷയത്തെ അധികരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പഠനങ്ങളുടെ തുടർ പഠനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അതിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഈ വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന ഒരു അധ്യായമാണ് 12-ാം അധ്യായം. 12-ാം അധ്യായം ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പല ദിവസങ്ങളായി ആവർത്തിച്ച് ഈ സ്ത്രീ ആരാകുന്നു എന്നുള്ളതിലേക്ക് നാം നിരവധി ദൈവവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ഇതിൻ്റെ സംശയം ഒന്നുകൂടി മാറി അത് നാം തുടർന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ഈ മർമ്മപ്രധാനമായ അധ്യായം നാം മനസ്സിലാക്കിയെടുക്കണം. ഇതിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ ആലങ്കാരിക ഭാഷയിൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലിനെ കുറിച്ചും ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തത്സമയത്ത് നടക്കുന്ന മധ്യാകാശ യുദ്ധത്തിൽ സാത്താൻ പാതപീഠം ആകുന്നതിനെ കുറിച്ചും കർത്താവിൻ്റെ ജയാളികളാകുന്ന ആദിയാതന്മാരുടെ സഭയുടെ അവരെ എടുക്കപ്പെടുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സാത്താനിക ഉപദ്രവമാകുന്ന 3.5 വർഷത്തെക്കുറിച്ചും ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന 2 സാക്ഷികളെക്കുറിച്ചും ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. 12-ാം അധ്യായത്തെ 3ആയി വിഭജിച്ച് നാം ചിന്തിക്കുമ്പോൾ 12-ാം അധ്യായം 1 മുതൽ 6 വരെ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷ ആൺകുട്ടി ആദിജാതന്മാരുടെ സഭ സ്വർഗാസൃഷ്ടത്തിലേക്ക് എടുക്കപ്പെടുന്നു. തദവസരത്തിൽ നടക്കുന്ന മധ്യാകാശ യുദ്ധത്തിൽ സാത്താൻ ഭൂമിയുടെ കർത്താവിൻ്റെ പാതപീഠമാണ് ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു. അവൻ മഹാക്രോധത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ദൈവകൽപ്പന ഉള്ളവരും യേശുവിൻ്റെ സാക്ഷ്യം സുവിശേഷത്തിൻ്റെ സാക്ഷ്യമുള്ളവരെയും ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുന്നതിനെ കുറിച്ചുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നാം ഒന്നുകൂടി ചിന്തിക്കുന്നത് ഈ മീതെയുള്ള യെരൂശലേം നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ഉള്ള യെരൂശലേമിനാകുന്നു എന്നും അത് മീതെയുള്ള പർദീസയുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മീതെയുള്ള യെരൂശലേം അത് പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുവാനുള്ള സകല വിശുദ്ധന്മാരെയുമാണ് ഈ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഇതിൽ ഒന്നുകൂടി അതിൻ്റെ താല്പര്യത്തോടു കൂടി ഒന്നുകൂടി നാം പഠിക്കുന്നത് ഇത് അങ്ങനെ തന്നെയാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന സൂര്യനെ അണിഞ്ഞിരിക്കുന്നത് എന്താണ്? തലയിലെ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം എന്താണ്? അതുപോലെ കാൽക്കീഴ് ചന്ദ്രൻ എന്നുള്ളത് എന്തിനെ കാണിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനത്തിൽ ഉണ്ടായി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഒന്നുകൂടി ഈ വിഷയം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാൻ 12-ാം അധ്യായം സംബന്ധിച്ച് സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ സംബന്ധിച്ചുള്ളൊരു സംശയം മേലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടി ചില പ്രവചന ഭാഗങ്ങൾ കൂടി എടുത്ത് അതൊന്നുകൂടി തെളിയിക്കാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ മീതെയുള്ള യെരൂശലേം ആകുന്നു നമ്മുടെ അമ്മ, അവൾ സ്വതന്ത്രയാകുന്നു എന്ന് പറഞ്ഞ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മീതെയുള്ള യെരൂശലേമാകുന്ന
അതിൽ ഉൾപ്പെടുന്നവരാണ്, ആ സ്വർഗീയ തേജസ്സിൽ പെടുന്നവരാണ് പുതിയ യെരൂശലേമിലേക്ക് വരുന്നത്. അപ്പം പുതിയ യെരൂശലേം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുമ്പോൾ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗര കർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന പുതിയ യെരൂശലേമിലെ ജീവനുള്ള കല്ലുകൾ ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് മീതിയുള്ള യെരൂശലേമിലുള്ള ബന്ധത്തിൽ നാം പഠിക്കുന്നത്. അപ്പോൾ പുതിയ യെരൂശലേം ജീവനുള്ള നഗരമാണ്. അത് കൈപ്പണിയായ കല്ലുകൾ കൊണ്ട് പണിയപ്പെട്ടതല്ല, എന്നാൽ പുതിയ സൃഷ്ടികളാകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യനിൽ നിന്ന് ജീവൻ പ്രാപിച്ച ക്രിസ്തുവായിട്ട് ബന്ധപ്പെടുന്ന കല്ലുകളെ കൊണ്ടാണ് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം പണിയപ്പെടുന്നത്. വിശുദ്ധ നഗരത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതിൻ്റെ അകത്ത് വിശുദ്ധ നഗരത്തിൽ ഏറ്റവും പ്രാധാന്യതയുള്ളത് മന്ദിരത്തിനാണ്. മന്ദിരത്തോടുള്ള ബന്ധത്തിൽ മണവാട്ടിക്ക് വലിയ പ്രാധാന്യതയുണ്ട്. മന്ദിരമാകുന്ന ക്രിസ്തു കുഞ്ഞാട് അതിൻ്റെ മന്ദിരമാകുന്നു. അതിനോട് ചേരുന്നവരാണ് വിശുദ്ധ മന്ദിരത്തിൻ്റെ ഭാഗമാകുന്ന മണവാട്ടി സഭ, അഥവാ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അപ്പോൾ ആ മണവാട്ടിക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ മീതിയുള്ള യെരൂശലേമിൻ്റെ വർണ്ണനയിലും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് പണിതിറങ്ങുന്ന പുതിയ യെരൂശലേമിലുള്ള ബന്ധത്തിലും മണവാട്ടിക്കാണ് പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിത്യതയിലെ ഏറ്റവും പ്രാധാന്യതയുള്ള സർവ്വ സൃഷ്ടികളിൽ നിന്നും ആദ്യഫലമായി തീരുവാൻ ഏറ്റവും അതിശ്രേഷ്ഠതയുള്ള ഒരു ഭാവി നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുമ്പോൾ അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി ഈ ലോകത്തിൽ എന്ത് നഷ്ടമാക്കിയാലും സാരമില്ല. അപ്പോൾ ഏറ്റവും അധികം ദൈവത്തിൻ്റെ കാര്യപരിപാടികളിൽ പ്രാധാന്യതയുള്ളത് കുഞ്ഞാടിനോട് ചേരുന്ന മണവാട്ടിക്ക്, അഥവാ സ്വർഗത്തിൽ പേരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കാണ് ഏറ്റവും അധികം പരമപ്രാധാന്യതയുള്ളത്. അപ്പോൾ ആ പ്രാധാന്യതയുള്ളവരാണ് മൺപൊടികളായിരിക്കുന്ന ഞാനും നിങ്ങളും. അപ്പം നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പടുതെടുത്ത് അവൻ്റെ ശ്രേഷ്ഠതയുള്ള മണവാട്ടിയാക്കി മാറ്റുവാൻ വേണ്ടി എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മളെ പടുതുകൊണ്ടിരിക്കുക. ചില വിചാരിക്കും ഈ ദൈവമക്കളുടെ പരിപാടിക്ക് എവിടെ പോയാലും ദൈവവചനമേ ഉള്ളൂ. വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ദൈവവചനം, അതുപോലെ തന്നെ കല്യാണത്തിന് പോയാൽ ദൈവവചനം, മരിച്ചടക്കും ദൈവവചനം, എല്ലായിടത്തും ദൈവവചനം മയ്യേ ഉള്ളൂ. ചിലർക്കൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ വരുമ്പോൾ ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടും, അവർക്കൊക്കെ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് ബാക്കിയൊക്കെ കേൾക്കുന്ന കുഴപ്പമൊന്നുമില്ല, ഡാൻസോ പാട്ടോ മറ്റു പരിപാടി നടത്തുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവവചനം ദൈവദാസന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പലർക്കും പിന്നെ അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ദൈവവചനം സംസാരിക്കുന്നത്? കർത്താവ് പറഞ്ഞ വാക്കുകൊണ്ട് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമി എല്ലാം ഉളവാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഉളവായി. എന്നാൽ എത്രയോ വർഷങ്ങളായി മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ ദൈവം മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെയും അവനോടുള്ള സംസാരം നിർത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഉളവാകട്ടെ എന്ന രീതിയിൽ ഉളവാക്കിയെടുക്കാൻ സാധിക്കുന്ന പ്രപഞ്ച സൃഷ്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം വ്യത്യസ്തമായി ദൈവത്തിൻ്റെ നിരന്തരമായ ഇടപെടലിലൂടെ, വചനമാകുന്ന പുത്രനിലൂടെ നമ്മെ പണിതെടുക്കുന്നത് നിത്യതയിൽ അവനോട് ചേരാനുള്ള വലിയൊരു പദവിയിലേക്ക് നമ്മെ ഉയർത്താൻ വേണ്ടിയാ ദൈവം നമ്മളോട് എന്നും ഇടപെടുന്നത്. അതുകൊണ്ട് ദൈവവചനത്തെ ആലിംഗനം ചെയ്യുകയും ദൈവവചനത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുകയും ചെയ്താൽ നമുക്ക് ആ പുത്രൻ്റെ സിംഹാസനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ മീതിയുള്ള യെരൂശലേമിലുള്ള വിശുദ്ധന്മാർ അവരാണ് പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വെളിപ്പെടുത്താം, എങ്ങനെ അതിനെ നമുക്ക് സാധൂകരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി അല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു സ്ത്രീയെ മീതിയുള്ള യെരൂശലേമിനോട് നമ്മൾ മനസ്സിലാക്കി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, സൂര്യനെ അണിഞ്ഞിരിക്കുക എന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ സൂര്യനെ അണിയുക, നമുക്കറിയാം. കൊരിന്ത്യ ലേഖനം 15 കൊരിന്ത്യ ലേഖനം 1:15 അതിൻ്റെ അവസാന പുനരുത്ഥാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ കർത്താവിൻ്റെ സഭയുടെ എടുക്കപ്പെടുന്ന ബന്ധത്തിലുള്ള മർമ്മം പറയുന്നതിന് മുമ്പായി പറഞ്ഞിരിക്കുന്നത്, നാം ഒന്നാമൻ്റെ പ്രതിമ ധരിച്ചത് മണ്ണുകൊണ്ടുള്ളവരുടെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. അപ്പോൾ സിംഹാസനത്ത് നമ്മുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വന്ന് ഏറ്റവും അതിശ്രേഷ്ഠതയുള്ളൊരു കാര്യം പറയുകയാണ്, നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചത്. ഇപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് ആദമിൻ്റെ പ്രതിമയാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ ആദം ആരായിരുന്നു? അവൻ വരുവാനുള്ളവൻ്റെ പ്രതിബിംബമായിരുന്നു.
ക്രിസ്തുവിൻ്റെ പ്രതിബിംബമായിട്ടാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പം നമുക്ക് ആദത്തെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിൻ്റെ രൂപം നമ്മൾ ധരിച്ചിരിക്കുന്നു. എന്നാൽ നാം സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിനോടനുബന്ധമായിട്ടാണ് സൂര്യനെ ധരിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ സൂര്യനെ ധരിക്കുക അഥവാ നിർമ്മലമായിരിക്കുന്ന നീതിസൂനായിരിക്കുന്ന ക്രിസ്തുവിനോട് അവനെ ധരിക്കാൻ ഉള്ള ആദ്യജാതന്മാർ, സ്വർഗത്തിൽ പ്രേരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയാണ് സൂര്യനെ അണിഞ്ഞതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് സൂര്യനെ അണിഞ്ഞിരിക്കുന്ന തേജസ്. അപ്പോൾ സൂര്യ തേജസ് പ്രാപിക്കുന്ന മണവാട്ടി നിർമ്മല കന്യകയാകുന്നു. അതിനാണ് സൂര്യനെ അണിഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീ അണിഞ്ഞിരിക്കുന്നത് സൂര്യനെയാണ്. അപ്പോൾ മീതിയുള്ള യെരൂശലേമിൽ ഏറ്റവും പ്രാധാന്യതയുള്ള ഇത് ക്രിസ്തുവിനെ ധരിക്കുന്ന അഥവാ ക്രിസ്തുവിൽ തികവായിത്തീരുന്ന ആ തേജസ്സിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ആ കൂട്ടത്തെ വെളിപ്പെടുത്താനാണ് സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സൂര്യനോടുള്ള ബന്ധത്തിൽ, സൂര്യതേജസ്സുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ അവളുടെ കാൽ കീഴെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സൂര്യനെ അണിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേരാനുള്ള, അവനോട് പ്രതിരൂപമായി തീരാനുള്ള, അവനെ ധരിക്കാനുള്ളവരാണെങ്കിൽ അവർ പുതിയ യെരൂശലേമിലെ അവർ കാണപ്പെടുന്നത് മന്ദിരത്തോട് ബന്ധത്തിലാണ് കാണപ്പെടുന്നത്. മന്ദിരം അതിൽ കണ്ടില്ല, കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. അപ്പോൾ അത്രമാത്രം അതിതേജസ്സുള്ളത് കൊണ്ടാണ് യോഹന്നാന് കാണാൻ കഴിയാതിരിക്കുന്നത്, അല്ലാതെ ഇല്ലാത്തത് കൊണ്ടല്ല. മന്ദിരപദം ഉണ്ട്, അത് അത്ര തേജസ്സാണ്. സ്വർഗീയ ആയിട്ടുണ്ടെങ്കിൽ പോലും അവന് പുറമേയുള്ള നഗരത്തെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അകത്തേക്ക് അവന് കാണത്തക്കവണ്ണമുള്ള അവൻ്റെ കണ്ണിന് പ്രകാശം ലഭിക്കുന്നത് അത് തേജസ്സുള്ളതാണ് മന്ദിരം എന്നുള്ളത്. പിതാവ് പോലെ ശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടാകുന്ന ശരീരവും തലയാകുന്ന ക്രിസ്തുവും ശരീരമാകുന്ന സഭയും ആദിജാതന്മാരുടെ സഭയും ചേരുന്നത് മന്ദിരം. അത് അത്ര ശ്രേഷ്ഠതയുള്ള വലിയ തേജസ്സിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 66 ഒരു ജാതി ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ എന്ന് ചോദിച്ചാൽ, അതെ, ഒരു ദേശമാകുന്ന ആ വിശുദ്ധ നഗരത്തിലെ ആ മന്ദിരത്തോട് ചേരുന്ന ക്രിസ്തുവിനോട് ചേരുന്ന ഒരു ദേശമായി. അപ്പോൾ നമുക്ക് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന 3 ഭാഗങ്ങൾ പഴയ നിയമത്തിലെ നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. അപ്പോൾ അതിവിശുദ്ധ സ്ഥലം എന്നുള്ളത് ഒരൊറ്റ ദിവസം കൊണ്ട് അത് പിറക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പിറക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൺകുട്ടി അത് ഒരു ദേശമായി, അത് ആ വിശുദ്ധ സ്ഥലമായി അതിനോട് ചേരുന്നതിനെയാണ് യെശയ്യാവിൻ്റെ 66 പറഞ്ഞിരിക്കുന്ന ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോവ് കിട്ടും മുമ്പേ അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ആ ഒരു ദേശം, വിശുദ്ധ സ്ഥലം, കുഞ്ഞാടിനോട് അതിവിശുദ്ധ സ്ഥലം, കുഞ്ഞാടിനോട് ചേരാനുള്ള അതിവിശുദ്ധ സ്ഥലത്തിന് മന്ദിരത്തോട് ചേരുവാനുള്ള ആ ദേശത്തെയാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം അതാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് ഒന്നുകൂടി ഞാൻ എടുത്ത് പറയുന്ന ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ എന്നുള്ളത് സംശയം പലർക്കുന്നു. എന്തുകൊണ്ടാണ് ദേശം എന്ന് പറയുന്നത്? അപ്പോൾ ദേശം എന്നുള്ളത് ആദിജാതന്മാരുടെ സഭ അതിവിശുദ്ധ സ്ഥലത്തോട് ചേരുന്നതുകൊണ്ടാണ് ആ ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഒരു ദിവസം കൊണ്ട് പിറക്കുന്ന ഒരു ആൺകുട്ടി കുഞ്ഞാടിൻ്റെ മണവാട്ടി കാന്തയാകുന്നവരാണ് അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ യോഗ്യതയെത്തിരുന്ന് അവരൊരു ദിവസം കൊണ്ടാണ് പിറക്കുന്നത്. അവരുടെ പുനരുത്ഥാനവും രൂപാന്തരവും സ്വർഗാരോപണവുമാണ് മർമ്മമായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ മീതെയുള്ള യെരൂശലേമിലെ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ ഒരു ദേശമാണ്. സ്ത്രീയുടെ സൂര്യ തേജസ്സുള്ളവർ അവരൊരു ദേശമാണ്. ഒരു ദിവസം കൊണ്ടാണ് അവർ ജനിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് അവർ യോഗ്യരായിത്തീരുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യനെ അണിഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം സൂര്യതേജസ് പ്രാപിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന മണവാട്ടി സഭയോടുള്ള ബന്ധത്തിലാണ് സൂര്യനെ കാണിച്ചിരിക്കുന്നത്. ചന്ദ്രനെ കാണിച്ചിരിക്കുന്നത് നഗരത്തോടുള്ള ബന്ധത്തിലാണ്. നഗരത്തോടുള്ള ബന്ധത്തിൽ ചന്ദ്രതേജസ്സാണ്. സൂര്യതേജസ് കഴിഞ്ഞാൽ ചന്ദ്രതേജസ്. അപ്പോൾ പുതിയ യെരൂശലേമാകുന്ന സ്വർഗീയ യെരൂശലേമിലെ നഗരം പണിയപ്പെടുന്നത്
ചന്ദ്രതേജസ്സുള്ള കല്ലുകൾ കൊണ്ടാണ് പണിയപ്പെടുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിയും, പുനരുത്ഥാനം കഴിഞ്ഞ് കഴിയുമ്പോൾ തേജസ്സിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് സ്വാതന്ത്ര്യം, ദൈവത്തോടെ അടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. പൂർണ്ണമായി തികവ് പ്രാപിക്കുന്നവർ അവനോട് എന്നും വസിക്കാനുള്ളവർ, നിത്യം വസിക്കാനുള്ളവർ, ഏറ്റവും അടുത്ത് അവനോട് ചേരാനുള്ളവരാണ്. അതാണ് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് തേജസ്സിന്റെ പൂർണ്ണത പ്രാപിക്കുന്നവർ. എന്നാൽ നഗരത്തിന്റെ ഭാഗമായിട്ടിരുന്നത് പുതിയ നിയമസഭയുടെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയിൽ നിന്ന് ചന്ദ്രതേജസ്സിന് യോഗ്യരാകുന്നവരാണ് നഗരത്തിന്റെ ഭാഗമായിട്ടിരുന്നത്. ഈ നഗരത്തിന്റെ ഭാഗമായിട്ടിരുന്നത് ഒരു ദിവസം കൊണ്ടല്ല അവിടെ പുനരുത്ഥാനം സംഭവിക്കുന്നത്. അത് 2 പുനരുത്ഥാനങ്ങളിലൂടെയാണ് പുനരുത്ഥാനം സംഭവിക്കുന്നത്. അതെപ്പോഴാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. എന്നാൽ ആൺകുട്ടിയാകുന്ന ദൈവസഭ ഒരൊറ്റ ദിവസത്തിലാണ് പുനരുത്ഥാനം സ്വർഗാരോഹണം പ്രാപിച്ച് അവർ ഒരുമിച്ചെടുക്കപ്പെടുന്നത്. എന്നാൽ ഈ ചന്ദ്രതേജസ് പ്രാപിക്കാൻ ഉള്ള ദൈവസഭയുടെ 60 മേനി വിളയുന്ന ചന്ദ്രതേജസ്സുള്ളവർ, നഗരത്തിന്റെ ഭാഗമാകുന്നവർ ഒരൊറ്റ പുനരുത്ഥാനത്തിലല്ല അവരുടെ എണ്ണം തികയപ്പെടുന്നത്. അത് 2 പുനരുത്ഥാനങ്ങളിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. മൂന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12 നക്ഷത്രങ്ങളോടുള്ള ബന്ധത്തിൽ നക്ഷത്രം കൊണ്ടുള്ള ഒരു കിരീടം അവിടെ തലയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗോപുരങ്ങളോടുള്ള ബന്ധത്തിലാണ്. 12 ഇസ്രായേലിന്റെ ഗോത്രങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്ന 12 ഗോത്രങ്ങൾ പുതിയ യെരൂശലേമിലുണ്ട്. മതിലുണ്ട്, മതിലിന് 12 ഗോപുരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇത് ഈ മീതെയുള്ള യെരൂശലേമിന്റെ ഭാഗമാണെങ്കിലും അവർ പർദീസയിൽ എത്തുന്നില്ല. അവര് മരണാനന്തരം എത്തപ്പെടുന്നത് ഭൂമിക്ക് കീഴിലാണ്, യാഗപീഠത്തിന് കീഴിലാണ്. എന്നാൽ ഇവരെ വെളിപ്പെടുത്തിയിരിക്കുന്നത് 3 പുനരുത്ഥാനങ്ങളിലൂടെയാണ് മീതെയുള്ള യെരൂശലേമിൽ ഉൾപ്പെടുന്ന സകല വിശുദ്ധന്മാരും പുതിയ യെരൂശലേമിലേക്ക് ഉള്ള പ്രവേശനത്തിലേക്ക് എത്തിച്ചേരുന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തെയും കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ കാണിച്ചിരിക്കുന്നത് മീതെയുള്ള യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ പർദീസയെ വെളിപ്പെടുത്തുമ്പോൾ ആ മീതെയുള്ള യെരൂശലേമിനോടുള്ള സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരാണ് പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഈ 12 നക്ഷത്രങ്ങളോടുകൂടിയ കിരീടം അവിടെ തലയിലുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് പർദീസയിലല്ല അവർ കാണുന്നത്. എന്നാൽ അവൾക്ക് നക്ഷത്ര തേജസ്സാണെന്നും അത് ഈ സ്ത്രീയുടെ ശേഷിപ്പിൽ, സന്തതിയുടെ ശേഷിപ്പുള്ളവരാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 3 കൂട്ടരെ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് 3 പുനരുത്ഥാനങ്ങളാണ് കാണിക്കുന്നത്. 3 പുനരുത്ഥാനങ്ങൾ. ഒന്ന്, മണവാട്ടി സഭയുടെ പുനരുത്ഥാനം, അത് മരിച്ചവരുടെ എന്നുള്ള പുനരുത്ഥാനമാണ്. പിന്നെ നമ്മളത് പഠിക്കും. 2, 1, 2 സ്വർഗത്തിലുള്ള നഗരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന വിശുദ്ധന്മാരും മതിലിന്റെ ഭാഗമായിരിക്കുന്ന വിശുദ്ധന്മാരുടെയും പുനരുത്ഥാനം നടക്കുന്നത് 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിലാണ്. അതുപോലെ 1-ാമത്തെ പുനരുത്ഥാനത്തിലാണ് രക്തസാക്ഷികളാകുന്നവരുടെ പുനരുത്ഥാനം. അവരും നഗരത്തിന്റെ ഭാഗമാകുന്ന പുതിയ നിയമത്തിന്റെ വിശുദ്ധന്മാർ 60 മേനിയുള്ളവരും അതുപോലെ 144,000 ഇസ്രായേലിന്റെ ഗണത്തിൽ നിന്ന് 12 ഗോത്രങ്ങൾ എടുക്കപ്പെടുന്നവരുമാകുന്നു. അപ്പൊ ഇങ്ങനെ 4 വിശുദ്ധന്മാരുടെ കൂട്ടമുണ്ട്. 1, ആദിജാതന്മാരുടെ സഭയുടെ കൂട്ടം. 2, കന്യകമാരാകുന്ന തോഴിമാരുടെ നിലവാരത്തിൽപ്പെടുന്നവർ. 3, പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നവർ. 4, 144,000 ഉൾപ്പെടുന്നു. അപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരിൽ നിന്നും ദൈവം ഇസ്രായേലിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. അവര് വിശുദ്ധ നഗരത്തിന്റെ അഥവാ പുതിയ യെരൂശലേമിന്റെ ഗോപുരങ്ങളോടുള്ള ബന്ധത്തിൽ 144,000 പേര് കാണും. അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിൽ ഇസ്രായേലിന്റെ സ്ഥാനം വലുതാണ്. അവര് ഗോപുരങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇസ്രായേലിനെ തള്ളിക്കളയുന്നില്ല. എന്നാൽ അവര് മാത്രമല്ല, അബ്രഹാം ഉൾപ്പെടെയുള്ള അവരൊന്നും ഇസ്രായേലിൽപ്പെട്ടവരല്ല. ഹാബേല്, അതുപോലെ തന്നെ
നോഹ, അബ്രഹാം, ഇസ്ഹാക്ക്, ഇവരൊന്നും യാക്കോബൊന്നും ഇസ്രായേലിനോട് ബന്ധത്തിൽപ്പെട്ടവരല്ല. ഇസ്രായേൽ എന്നുള്ളത് മോശീയ പ്രമാണത്തിലൂടെ വന്നവരാണ് ഇസ്രായേൽ രാഷ്ട്രം എന്നുള്ളത്. അപ്പോൾ അവിടെ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് പഴയ നിയമത്തിൻ്റെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ, രണ്ട് ഇസ്രായേലിൽ നിന്ന് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവർ. ഇവരെ രണ്ടുപേരെയുമാണ് നക്ഷത്രങ്ങളുടെ ബന്ധത്തിൽ തേജസ് വെളിപ്പെടുത്തി നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ ഭേദമുണ്ടല്ലോ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുനരുത്ഥാന ബന്ധത്തിൽ പറഞ്ഞ സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് പൗലോസ് വിശുദ്ധന്മാരുടെ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് പ്രാപിക്കുന്നവരെ തരംതിരിച്ച് എഴുതിയിരിക്കുന്നതിൽ താൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലമാകുന്ന മന്ദിരത്തോട് ചേരാനുള്ളവർ സൂര്യതേജസ്സുള്ളവർ, നഗരത്തോട് ചേരാനുള്ളവർ അവർ ചന്ദ്രതേജസ്സുള്ളവരാണ്, നക്ഷത്രങ്ങളോടുള്ള ബന്ധത്തിൽ തേജസ്സുള്ളവർ നഗരം അതിൻ്റെ ഭാഗമാണ്, നക്ഷത്ര തേജസ്സിൽ വ്യത്യസ്തതയുള്ളവർ ഗോപുരങ്ങളുടെ ബന്ധത്തിൽ ഇസ്രായേലിൻ്റെ 144,000-ആണ്. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഭാഗം പുനരുത്ഥാനം കൊണ്ട് വിശുദ്ധന്മാരുടെ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് പ്രാപിക്കുന്നവർ ആരൊക്കെ എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആർക്കൊക്കെയാണ് സ്വർഗാസ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യതയുള്ളവർ എന്ന് മനസ്സിലാക്കുക. ഭൗമിക ദേശമുള്ള നിത്യജീവൻ പ്രാപിക്കുന്നവർ പോകാൻ കഴിയത്തില്ല. ആരാണ് സ്വർഗാസ്വർഗത്തിലേക്ക് പോകുന്നത്? ഈ 4 ഗണത്തിൽപ്പെടുന്നവർക്ക് മാത്രമേ സ്വർഗാസ്വർഗത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ സ്വർഗാസ്വർഗത്തിൽ എത്തണമെങ്കിൽ അത് പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. അവിടെ നിന്നാണ് സ്വർഗീയ യെരൂശലേം പണിതിറങ്ങുന്നത്. അപ്പോൾ കർത്താവിനോടുകൂടി ആരെല്ലാം മീതിയുള്ള യെരൂശലേമിൻ്റെ ഭാഗമായി തീർന്ന് രണ്ടാമത്തെ വരവിൽ വരുമോ, അവരാണ് ഈ മീതിയുള്ള അവരാണ് സ്വർഗീയ യെരൂശലേമായിട്ട് പൊതുവാന ഭൂമിയിലേക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ദൈവികത്വത്തോടുകൂടി പൊതുവാന ഭൂമിയിലേക്ക് അവർ താഴേക്ക് വരുന്നത്. അവരാണ് മനുഷ്യരുടെ കൂടെ വസിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് നമുക്കാരായിത്തീരാൻ കഴിയും. ഇന്ന് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യന് ഇസ്രായേലിനല്ലെങ്കിൽ അവൻ ഏത് നിലവാരത്തെത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ സുവിശേഷം ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് അതുപോലെ തന്നെ 3 നിലവാരത്തിൽ ഒരു മനുഷ്യന് എത്തിച്ചേരാൻ ഒരു സാധാരണ മനുഷ്യൻ എത്തിച്ചേരാൻ സാധിക്കും. ഏതൊക്കെ നിലവാരമാണ്? ഒന്ന്, അവൻ ശിശുക്കളെ പോലെ ആയിത്തീർന്നു കഴിഞ്ഞാൽ, ശിശുക്കളോ അല്ലെങ്കിൽ ശിശുക്കളെ പോലെ ഉള്ളവരോ അത് വീണ്ടും ജന്മം പ്രാപിച്ച് സുവിശേഷത്താൽ ശിശുക്കളോ ആയിത്തീരുന്നവർ അവർ തികവ് പ്രാപിക്കുന്ന മണവാട്ടിയല്ല, അവർ വിശ്വാസത്തിൻ്റെ പ്രാരംഭ പടിയാകുന്ന 30 മേനിയാണ്. അവർ അതേ നിലവാരത്തിലാണ് മരിക്കുന്നെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഭൗമിക ദേശമായിരിക്കും. അവർ പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒടുക്കത്തെ നാളിലാണ്. അവരെയാണ് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവരുടെ ഇടയിലേക്കാണ് സ്വർഗീയ യെരൂശലേം ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 നിലവാരങ്ങളിൽ ഏതെങ്കിലും നിലവാരത്തിലെത്താം. ഒന്ന്, ശൈശവാവസ്ഥയിലാണെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യവും മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ മധ്യാകാശ വരവ് കാണത്തില്ല, കർത്താവിൻ്റെ 2ാമത്തെ വരവ് കാണത്തില്ല, കുഞ്ഞാണ്ട് കല്യാണത്തിൽ പങ്കെടുക്കത്തില്ല, കല്യാണ സദ്യയിൽ പങ്കെടുക്കത്തില്ല, 1000 ആണ്ട് വാഴ്ചയിൽ കാണത്തില്ല. ഈ ആകാശവും ഭൂമിയും ഓടിപ്പോയ ശേഷമായി സമുദ്രം ജീവവസ്തുപ്പേരുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അവർ ഭൗമിക തേജസ്സോടുകൂടി ദൂരതുല്യരായിട്ട് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇതാണ് ഒരു പ്രാരംഭത്തിൽ ഉള്ള ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പദവി. അഥവാ ശിശുക്കളെ പോലെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട നന്മയോ തിന്മയോ അറിയാതെ അങ്ങനെ ആരെങ്കിലും മരിച്ചു പോയിട്ടോ, അത് ഏത് ജാതിയിലോ മതത്തിലോ കുലത്തിലോ പെട്ടോ ആയിക്കോട്ടെ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് സുവിശേഷം ഗോസ്പൽ അല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാൽ അവന് ദൈവം നിത്യനരകാക്കി തള്ളിക്കളയത്തിന് അവൻ്റെ പേര് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ശിശുക്കളെ പോലുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒടുക്കത്തെ നാളിലാണ് അവർ പൊതുവാന ഭൂമിയിൽ ശിശുതുല്യരായിട്ട് കാണപ്പെടും. എന്നാൽ സുവിശേഷം അറിഞ്ഞിട്ടും അതിനെ ധിക്കരിച്ചിട്ട് യേശു മുഖാന്തരമുള്ള രക്ഷയെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. സുവിശേഷം കൂടാതെ ആരും രക്ഷിക്കപ്പെടത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷം കേൾക്കാത്തവർ 2000 വർഷം മുമ്പ് മരിച്ചു പോയവരുണ്ട്. അതുപോലെ ഇപ്പോഴും സുവിശേഷം എത്താത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് ദൈവം നോക്കുമ്പോൾ ശിശുതുല്യരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ദൈവം
ആ നിലവാരത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് പ്രാപിക്കാവുന്ന 3 തേജസ്സിൻ്റെ ഗണങ്ങൾ. രണ്ടാമത്, ദൈവസഭയുടെ അംഗമായി തീർന്നിട്ട് നാം ലോകത്തെയും ജഡത്തെയും ജയിച്ചാൽ, അപ്പോൾ ആദ്യം ലോകത്തെ ജയിക്കണം. അതാണ് 30 മേനി. ലോകത്തെ ജയിച്ചു. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യമല്ല. കർത്താവിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും കർത്താവ് എന്നാൽ രക്ഷപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നൊക്കെ നമ്മൾ അല്ലേ, എല്ലാം ശരിയാണെന്നാണ് പറയുന്നത്, ഒരു കുഴപ്പമില്ല. പക്ഷേ ശരിയാ, നമുക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ ഭൗതികമായിരിക്കുന്ന നിലവാരങ്ങളിൽ സാത്താൻ, ഈ ലോകത്തിൽ ദൈവം നമുക്കെതിരായിത്തീരും. അപ്പോൾ ഈ ലോകം നമുക്കെതിരായിത്തീരും. അതുവരെ നമ്മൾ സന്തോഷിച്ചിരുന്ന പല മേഖലകളും നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ലോകപരമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, പാരമ്പര്യം, ഇതെല്ലാം മരിച്ചിട്ടാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത്. അങ്ങനെ ലോകത്തെ ജയിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നതുകൊണ്ട് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, അത് കർത്താവ് ഇപ്പൊ ഇന്ന് കർത്താവ് ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാളാണെങ്കിൽ ദൈവം അവനെ നോക്കുകയാണ്. ഇപ്പൊ വളർച്ച പ്രാപിക്കുമെന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ രൂപാന്തരപ്പെടും. ഒരു സമയം കിട്ടാത്തത് കൊണ്ടാണ്. എന്നാൽ വർഷങ്ങളായിട്ടും വിശ്വാസത്തിൽ വന്നിട്ട് അതേ നിലവാരത്തിലായിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കാഹളം ദിനിക്കുമ്പോൾ കേൾക്കത്തില്ല. മനസ്സിലാകണം, നമ്മൾ ഇന്ന് ഒരുപക്ഷെ സ്നാനപ്പെട്ടു പോലും കാണത്തില്ലായിരിക്കാം. അത് സ്നാനത്തിന് ഡേറ്റ് പറഞ്ഞു, നാളെയാണ് സ്നാനം, കർത്താവ് എന്ന് വന്നിരിക്കട്ടെ. ഇത് വരികയാണെങ്കിൽ അവൻ സ്നാനപ്പെടാതിരിക്കുന്ന അവൻ്റെ കുഴപ്പമല്ല. അപ്പം അവരെ ദൈവം നോക്കുകയാണ്. ഇവൻ സ്നാനപ്പെട്ടാൽ ജീവിക്കും, ദൈവത്തിലേക്ക് എത്തുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യക്തി പോലും രൂപാന്തരപ്പെടും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമേ, ഞാൻ പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, ദുരുപദേശമാണെന്ന് പറയരുത്. എന്നോട് ഞാൻ പറയാം, ദൈവം കണക്കിടുന്നത് എത്ര നാൾ വിശ്വാസത്തിൽ വന്നെന്നുള്ളതല്ല. ഇപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് നിൽക്കുന്നവരാണ് മണവാട്ടി സഭയിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ഇന്ന് ഒരു വ്യക്തി തീരുമാനിച്ചു, എനിക്ക് കർത്താവിനെ സന്തോഷം സ്വീകരിക്കണം, നാളെ ഞാൻ സ്നാനപ്പെടുന്നു, നാളെ സ്നാനപ്പെടാം. പക്ഷെ ഇന്ന് കർത്താവ് വന്നു. അപ്പം അവൻ്റെ തീരുമാനം 100% ഉള്ളതാണെങ്കിൽ, ദൈവം അവനെ കാണുകയാണെങ്കിൽ അവൻ സ്നാനപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ദൈവനെ തള്ളിക്കളയത്തില്ല. എന്നാൽ സമയം ലഭിച്ചിട്ടും ലോകത്തെയും മറ്റുള്ളവരെ ഭയന്നിട്ട് വിശ്വാസസ്നാനമാകുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഏൽക്കാതെ ആരെങ്കിലും നിന്നാൽ അവർ 30 മേനിയിൽ ഉൾപ്പെടത്തില്ല. അവർ വീണ്ടും ജനിക്കാത്തത് കൊണ്ട് അവർക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ അവർ ലോകത്തെ ജയിക്കുന്നില്ല, ലോകത്തിൻ്റെ പ്രാരംഭ ടെസ്റ്റിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെ എത്രയോ പേരാണ് പരാജയപ്പെട്ടു നിൽക്കുന്നറിയാമോ? സുവിശേഷം അറിയാം, യേശു രക്ഷകനാണെന്നറിയാം, പക്ഷേ ലോകത്തെ ഭയമാണ്. മക്കളെ പേടി, ഭർത്താവിനെ പേടി, സമൂഹത്തെ പേടി, എല്ലാവരെയും പേടിയാണ്. തികഞ്ഞ സ്നേഹമുള്ളവർക്ക് ഭയമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തികഞ്ഞ സ്നേഹം സകല ഭയത്തെയും എന്ത് പുറത്താക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം തലയ്ക്കകത്ത് പഠിച്ചു വെച്ചിട്ട് രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെടുന്നതിൻ്റെ ഭയത്തോടെ നിൽക്കുന്നവർക്ക് കർത്താവിന് പീഡിത്തമുള്ളവൻ, അടക്കപ്പെട്ടവൻ, അവനൊക്കെ വെളിയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ? വെളിപ്പാട് അവസാനം പഠിക്കും മനസ്സിലാതെ പീഡിക്കളായിട്ടുള്ളവരുണ്ട്. സുവിശേഷം കേട്ട് കഴിയുമ്പോൾ പീഡിത്തം കേൾക്കുന്നവരുണ്ട്. അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തവരുണ്ട്. പീരുവ, അവർക്കത് അറിയാം. പക്ഷേ പീഡിത്തം കാണിച്ച കർത്താവ് പറയും, നിന്നെ വേണ്ട, ദൈവത്തിന് പീഡിക്കളയല്ല വേണ്ടത്, ദൈവത്തിന് വേണ്ടത് വചനം അനുസരിക്കുന്നതിന് വേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. ഏതായാലും ലോകത്തെ ജയിച്ചവർക്കായി, പാരമ്പര്യങ്ങൾ വെടിഞ്ഞവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ കൂട്ടര് അവർ ജഡത്തെ ജയിക്കുന്നവരാണ്. ജഡം, ഇൻബോണായിട്ടുള്ള നമ്മുടെ അവയവങ്ങളെ ഇന്ദ്രിയജയമുള്ളവരാക്കി മാറ്റുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ. ലോകത്തെ ജയിച്ചാൽ പ്രാഹാരത്തിലെത്താം. ഇന്ദ്രിയജയം നമ്മുടെ നാവിനെയും നമ്മുടെ ശരീരത്തെ, കണ്ണിനെയും എല്ലാം നിയന്ത്രിക്കുന്നത്. പറഞ്ഞാൽ ഇതൊരു അടിച്ചമർത്തലല്ല, ദണ്ഡിപ്പിക്കുന്നതല്ല, നോക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു വെക്കുന്നതല്ല. അതൊക്കെ പൈശാചികമാണ്. അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ശരീരത്തെ നാം കീഴ്പ്പെടുത്തുന്നത് നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയുമ്പോൾ നാം തിരിഞ്ഞ് നായോ പന്നിയോ ആകാതെ ജീവിക്കുന്നതിനെയാണ് ജഡത്തെ ജയിക്കുക എന്ന് പറയുന്നത്. നായ്ക്കളെയും പന്നികളെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നായും അതിനെ ഛർദ്ദിക്ക് തിരിച്ച് തിന്നുന്നതാണ് നായ. പന്നി എന്ന് പറയുമ്പോൾ കുളിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും കിടന്നുരുളും, ചെളിക്കകത്ത് തന്നെ കിടക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നായ്ക്കളെയും പന്നിയെയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
നായ്ക്കൾ അങ്ങനെയുള്ള ഭീരുക്കളെ കുറിച്ച് അവർ വെളിയിലാന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരിക്കൽ ഉപേക്ഷിച്ചത് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ വചനാടിസ്ഥാനത്തിൽ അത് പറയുന്നത് നാം വേണ്ട എന്ന് പറഞ്ഞ് ശബ്ദിച്ചതിനെ വീണ്ടും ഭക്ഷിക്കുന്ന നായ്ക്കൾക്ക് തുല്യമായി തീർന്നു. അങ്ങനെയുള്ള ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന് വേണ്ട. നാം ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിച്ചതായിരിക്കണം. എന്തെല്ലാം ഉപേക്ഷിച്ചു പോകും, അതിന് നാം എന്നേക്കും പുൽസ്റ്റോപ്പിടണം. നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് മരിച്ചാൽ, ഇതിനൊക്കെല്ലാം മരിച്ചില്ല വേണ്ടാന്ന് പറഞ്ഞല്ലേ. പിന്നെ ചെറിയ ചെറിയ തെറ്റുകളുണ്ട്, വരാം, മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. മരണകരമല്ലാത്ത പാവമുണ്ട്, മണ്ണത്ത് തക്ക പാവമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ അതിനെ തന്നെ ദൈവെടുത്ത് കളയത്തില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പാപം ചെയ്തു കഴിയുമ്പോഴാണ് ഞാൻ തള്ളിക്കളയുന്നത്. ഇതറിയാം ഞാനിത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സാക്ഷി വിലക്കിയിട്ട് ചെയ്യുന്നത് തെറ്റാണ്. പഴയ നിയമത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് യാഗം കൊണ്ട് പരിഹാരമില്ലായിരുന്നു. പുതിയ നിയമത്തിലും വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. പുതിയ നിയമത്തിൽ അത് തന്നെയാണ് വ്യവസ്ഥ. മനഃപൂർവ്വമായി നാം പാപം ചെയ്താൽ അതിന് പിന്നെ യാഗങ്ങൾ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ദൈവത്തോട് ദൈവത്തിന്റെ കരുണയ്ക്ക് ആ വിഷയം ഞാൻ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ജഡത്തെ ജയിച്ചാൽ വിശ്വസ്ഥലത്തേക്ക് പ്രവേശിക്കാം. ലോകത്തെയും ജഡത്തെയും ജയിക്കുന്നവരാണ് സാത്താനോട് പോരാടും. അതുകൊണ്ടാണ് ഇന്നലെ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ വായിച്ചത്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഖേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഖേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പൊ സാത്താൻ പോരാടുന്നത് ലോകത്തെയും ജഡത്തെയും ജയിച്ചു ചെല്ലുന്ന ജയാളികളോടാണ് അവൻ പോരാടുന്നത്. അവര് നിഷ്കളങ്കന്മാരാണ്, നിഷ്കളങ്കന്മാർ. യോ പറഞ്ഞു, ഞാനോ നിഷ്കളങ്കൻ, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. അങ്ങനെയുള്ളവരെയാണ് നിഷ്കളങ്കൻ എന്ന് പറയുന്നത്. ചിലർ ഞാൻ നിഷ്കളങ്കൻ എപ്പോഴും ചിരിക്കുന്നതാണെന്നാണ്. അതല്ല നിഷ്കളങ്കൻ. നമ്മൾ ഉണ്ടാക്കി കുറച്ച് ചിരിച്ചുകൊണ്ട് ഞാൻ നിഷ്കളങ്കനെന്ന് കാണിച്ചാലും നിഷ്കളങ്കതയാകത്തില്ല. നിഷ്കളങ്കതയല്ലത്. നിഷ്കളങ്കൻ നേരും എന്നെ പരിപാലിക്കട്ടെന്ന് വായിച്ചു കഴിയുമ്പോഴത്തേന് ഞാൻ നിഷ്കളങ്കനാണേ എന്ന് അഭിനയിച്ച് എല്ലാവരുടെ മുമ്പ് ചിരിച്ചാലും നിഷ്കളങ്കനാകത്തില്ല. നിഷ്കളങ്കനാണോ അല്ലയോ എന്നുള്ളത് യോ പറഞ്ഞു, ഞാൻ നിഷ്കളങ്കൻ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ടെണ്ണുന്നില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ടെണ്ണുന്നില്ല. അതിനാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. അപ്പൊ ഈ നിഷ്കളങ്കമായിരിക്കുന്ന മണവാട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു അർത്ഥത്തിലുള്ളവരെയാണ് പറഞ്ഞത്. നിഷ്കളങ്കൻ എന്ന് പ്രാണനെ വിലയേറിയതായിട്ടെണ്ണാതെ നമ്മുടെ പ്രാണനേക്കാൾ അധികമായി ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവരെയാണ് ജയാളികൾ എന്ന് പറയുന്നത്. അവര് ഒരു നെല്ലിട വചനം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുമാറാതെ ക്രിസ്തുവാകുന്ന വചനത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. അങ്ങനെ സ്നേഹിക്കുന്നവരെയാണ് ജയാളികൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ നമ്മെ പരാജയപ്പെടുത്തുവാൻ ശത്രു അവൻ്റെതായ തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിനെ ചെവി കൊടുക്കാതെ ഇടയന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്നതാണ് തികവിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ക്ലാസ്സിൽ കൊണ്ടിരുത്തി പഠിപ്പിച്ച് ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്കൂൾ കൂടിയില്ല. ഇങ്ങനെ കർത്താവിന്റെ മണവാട്ടി സഭ ഒരുക്കിയെടുക്കുന്ന സ്കൂളുകൾ ഇല്ല. നമുക്കറിയാം, പല ട്രെയിനിങ് സ്കൂളുകളുണ്ട്, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, ഇല്ലേ? ഡോക്ടർമാരാകാൻ പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ബാങ്കിന്റെ ആൾക്കാരെ പഠിപ്പിക്കാൻ അതിനുവേണ്ടിയുള്ള എല്ലാ ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള പല ട്രെയിനിങ് സ്കൂളുകളുണ്ട്, അതിനുള്ള കലാശാലകളുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പാഠ്യപദ്ധതി, ഒരു കരിക്കുലം പുറമേ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്നാൽ അതിനു വേണ്ടിയാണ് ദൈവസഭയെ സ്ഥാപിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ ഉപദേഷ്ടാവായി വെച്ചിരിക്കുന്നത്. ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ ദൈവസഭ എന്നുള്ളതാണ് ശുദ്ധീകരിക്കുന്ന സ്ഥലമാണ് ദൈവസഭ. ദൈവസഭ എന്നുള്ളത് ആടിപ്പാടാനുള്ള സ്ഥലമല്ല. ചെറിയ പാട്ടും ആരാധനയും എല്ലാം ഉണ്ടെങ്കിലും അവിടെയാണ് ശുദ്ധീകരണം നടക്കുന്നത്. പരിശുദ്ധാത്മാവ് ശരിയായ രീതിയിൽ നമ്മെ ശുദ്ധീകരിക്കും. സഭ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കൂടി വന്നിരിക്കുന്നു, ഇതൊരു സഭയാണ്, ഒരു കൂടിവരവാണ്, കർത്താവിന്റെ സാന്നിധ്യമുള്ളതാണ്.
ഇവിടെ നമ്മൾ പാട്ട് പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മെ ശുദ്ധീകരിച്ച് തികവിലേക്ക് എത്തിക്കുന്ന ആ പാഠശാലയാണ് നമ്മുടെ മീറ്റിങ്ങുകൾ, നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ സെമിനാറുകൾ, നമ്മുടെ ആനുവൽ കോൺഫറൻസുകൾ, നമ്മുടെ അനുദിന മീറ്റിങ്ങുകൾ, ഞായറാഴ്ചത്തെയും എന്ത് മീറ്റിങ്ങും ആയിക്കോട്ടെ, അതെല്ലാം നമ്മെ തികവിലേക്ക് നയിക്കാനുള്ള ഉപദേശമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ കൂടിവരവുകൾ. അതുകൊണ്ട് അവൻ 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ വചനം അവരുടെ നടുവിലുണ്ട്, ക്രിസ്തു അവരുടെ നടുവിലുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മെ തികവിലേക്ക് എത്തിക്കുവാൻ, നമ്മെ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ, നമ്മളെ പഠിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മുടെ മധ്യേ വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശബ്ദം കേട്ട് നാം അതനുസരിച്ച് നമ്മുടെ ദേഹത്തിൻ്റെ അവയവങ്ങളെ സമർപ്പിക്കുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ വായ്, നാവ്, കണ്ണ്, നമ്മുടെ ഹൃദയം, മെന്റാലിറ്റി, ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. നമുക്ക് സമർപ്പണം എന്നുള്ളത് പലപ്പോഴും ഞാൻ ഒരു ഉദാഹരണ സഹിതം പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും സമർപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സമർപ്പിച്ചതെന്നൊക്കെ മറന്നു പോകാറുണ്ട്. പക്ഷെ ഒരു സമർപ്പണം കാണുന്നുണ്ടെങ്കിൽ എവിടെ നിന്നറിയാമോ? ഓപ്പറേഷൻ തിയേറ്ററോട് ചെന്നാൽ മതി. അവിടെ തിയേറ്ററോട് കയറുന്നതിന് മുമ്പായിട്ട് ഒരു പേപ്പർ ഫോം കൊടുക്കും, ഡോക്ടർക്ക് ഒപ്പിട്ട് കൊടുക്കും. അവരോ അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ആളോ ഒപ്പിട്ട് കൊടുക്കും. ഇനി എന്ത് സംഭവിച്ചാലും, എൻ്റെ ശരീരത്തിന്മേൽ എന്ത് സംഭവിച്ചാലും, മരണം സംഭവിച്ചാലും ഇത് ചെയ്യുന്നയാൾ ഉത്തരവാദിയല്ല. എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? സർജറിക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കും. ആരും വായിക്കത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇതാണ് എഴുതി വെച്ചിരുന്നത്, മെയിൻ കണ്ടന്റ് അതാണ്. മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോൾ വേണമെങ്കിൽ അത് പ്രതികൂലമായി വരാം, ചെയ്ത് കഴിയുമ്പോൾ മരണം സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സമർപ്പണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ രോഗം മാറാൻ വേണ്ടി ഒരു സർജന്റെ കയ്യിൽ, ഒരു ഡോക്ടറുടെ കയ്യിൽ, ഒരു ടീമിന്റെ കയ്യിൽ നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം സമർപ്പിച്ചു കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ പണിതെടുക്കുന്ന, ആത്മീയ രോഗം മാറ്റി നമ്മെ നിത്യതയുടെ തികവിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് പലപ്പോഴും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് വ്യത്യാസം. അതുപോലെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സർവകാര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിന്റെ ഇഷ്ടപ്രകാരം എന്നെ ചലിപ്പിക്കണമേ, നിന്റെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഇതിനെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തികവ് എന്ന്, ആത്മാവിൻ്റെ സമർപ്പണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പറയാൻ എളുപ്പമാണ്, പഠിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ താഴ്ചയും വീഴ്ചയൊക്കെ വരും. കർത്താവ് പറയും, നീ വീണാലും ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാം. നമ്മുടെ ആഗ്രഹമായിരിക്കണം, എനിക്ക് അങ്ങ് എത്തണം. എത്ര പേർ ആഗ്രഹിക്കും? ആ തികവിലേക്ക് എനിക്ക് എത്തണം. എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പറ്റത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും, നാം അത് പൂർത്തീകരിക്കും. അതിന് ശത്രു പറയുന്നതിനെ കൊണ്ട് പറ്റത്തില്ലടാ, നീ അങ്ങനെയാ ഇങ്ങനെയാ, നുണ പറയുന്നവനാ, വിശ്വാസമില്ലാത്തവനാ എന്നൊക്കെ പറയും. പക്ഷേ നാം അതിനെ നമ്മുടെ സാക്ഷ്യം കൊണ്ട് ജയിക്കണം, യേശുവിൻ്റെ രക്തം കൊണ്ട് ജയിക്കണം. അങ്ങനെ മനസ്സിൽ പറയുമ്പോൾ നമ്മൾ പറയണം, നമ്മളതിനെ അന്തരം തന്നെ നമ്മുടെ കഴിവുകൊണ്ട് ഞാൻ നോക്കത്തില്ല, അങ്ങനെയല്ല. അവിടെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപമോചനം പ്രാപിക്കണം. യേശുവേ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ച് ഒരു സാക്ഷ്യമുള്ള ജീവിതം ചെയ്യുവാൻ, ജയാളിയായി ജീവിപ്പാൻ അങ്ങയുടെ കൃപ പരിശുദ്ധാത്മാവ് എന്നെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നാം ജയാളികളായി അനുദിനം ജീവിക്കണം. ഇതാണ് ഈ ആദിജാതന്മാരുടെ സംബന്ധത്തിൽ, ജയാളികളുടെ ബന്ധത്തിൽ, ഈ മീതിയുള്ള യേശുവുള്ള ബന്ധത്തിൽ പുറപ്പെടുന്നതിൽ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന അതിവിസ്ഥലത്തേക്ക് ഒരു ദിവസം കൊണ്ട് പിറക്കുന്ന ആ ദേശത്തിൽ ഉൾപ്പെടാനുള്ള വിശുദ്ധന്മാരെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവര് ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിച്ചവരാണ്. അത് 3 ശത്രുക്കളാണ് മനുഷ്യനുള്ളത് വിശ്വാസത്തിലേക്ക്. ഒന്ന് ലോകം, ജഡം, സാത്താൻ. ഇതിനെ 3ഉം ജയിച്ച ജയാളികളാണ് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്. ഈ വചനം സത്യവചനമാണ്, സത്യോപദേശമാണ്. അതിൽ എനിക്ക് പങ്കാളിയാകാമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ അതിൽ ആഗ്രഹിക്കുകയാണ്.
ഞാൻ ഞാൻ ക്ലെയിം ചെയ്യുകയല്ല, എനിക്കത് പ്രാപിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്യുക. ഞാൻ തികഞ്ഞെന്നോ തികവുള്ളവനായിട്ടോ എന്നുള്ളതല്ല. പൗലോസ് പറഞ്ഞു, തികവനായിട്ടുള്ളവനായിട്ടല്ല, എന്നാൽ എനിക്കും അത് പ്രാപിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ആ പരമവളിയുടെ ലാക്കിലേക്ക് ഞാൻ ആഞ്ഞുകൊണ്ട് ഓടുന്നു. എനിക്കത് പിടിക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയാമോ, ഒരു ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ അവന്റെ കാലുകൾ എത്തത്തില്ലെങ്കിൽ ആഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആഞ്ഞുകൊണ്ട് എത്തി ടച്ച് ചെയ്യും. അതിനെയാണ് ആഞ്ഞുകൊണ്ട് ഓടുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഓടിയെത്തി കാലെത്താൻ പറ്റത്തില്ലെങ്കിലും എന്ത് ചെയ്യും, ശരീരം ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ആഞ്ഞുകൊണ്ട് ഓടുക എന്ന് പറയുന്നത്. ഒരു ലാക്കിലേക്ക് ഓടുക കണ്ടിട്ടുണ്ടോ? ഓട്ടക്കടത്തിൽ ഓടുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ശരീരം ഓടി എത്തി ആഞ്ഞുകൊണ്ട് ഓടുന്നു. അത് പറഞ്ഞാൽ ആ ഫിനിഷിംഗ് പോയിന്റ് കടക്കുന്നതിനെയാണ് ഇതിലേക്ക്. അപ്പൊ ഇങ്ങനെ അനേകർ ഓടുന്നുണ്ട്. ഇപ്പൊ ഓടുന്ന അനേകർ ഓടുമ്പോൾ എല്ലാവർക്കും സ്വർണ്ണ മെഡൽ കിട്ടത്തില്ല. വെള്ളി മെഡൽ കിട്ടുന്നവരുണ്ട്, ബ്രോൺസ് മെഡലും കിട്ടുന്നവരുണ്ട്, പിന്നെ പിന്മാറി പരാജയപ്പെട്ടു പോകുന്നവരുമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, അതുകൊണ്ട് ഓട്ടക്കളത്തിലുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സ്വർണ്ണ മെഡൽ കിട്ടുന്നവർ മാത്രമല്ല വിശുദ്ധന്മാർ. വെള്ളി മെഡൽ കിട്ടുന്നവരും ബ്രോൺസ് മെഡൽ കിട്ടുന്നവരും അവരും വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നതാ. പക്ഷേ അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനം ഒന്നാം ഇതല്ല, ഫസ്റ്റ് റാങ്ക് അല്ല, ഫസ്റ്റ് ക്വാളിറ്റി അല്ല, സെക്കൻഡും തേർഡുമാണ്. അപ്പോൾ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഈ 3 ഗണത്തിൽപ്പെടുന്നവരുണ്ട്. നമുക്ക് ആദ്യം കിട്ടുന്നത് സ്വർണ്ണമല്ല. നാം അതിലേക്ക് ഓടിയെത്തണം. ആദ്യം പാപത്തിൽ നിന്ന് ഒന്നുമില്ലാത്ത പരാജയപ്പെട്ട് കിടന്ന എന്നെയും നിങ്ങളെയും ക്രിസ്തുവിന്റെ വചനം നാം ശ്രവിച്ചപ്പോൾ നാം പഴയതിനെല്ലാം വിട്ടുകളഞ്ഞ്, ലോകത്തെ വിട്ടുകളഞ്ഞ് നാം ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചപ്പോൾ കർത്താവ് നമുക്ക് തന്ന രക്ഷയാണ് ബ്രോൺസ് മെഡൽ. നമുക്ക് വോട്ട് മെഡലിന് നമ്മൾ യോഗ്യരായി. ഇതും പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നെങ്കിൽ ഇത് തന്നെയായിരിക്കും അവസാനം കിട്ടുന്നത്. മരിക്കുന്ന സമയത്ത് ഏതാണോ നമ്മുടെ ആത്മീയ നിലവാരം, അതിനനുസരിച്ചായിരിക്കും നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാകണം. ഇന്നലെ ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ടോ, ഇന്നലെ എനിക്ക് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടോ ഇന്ന് നഷ്ടപ്പെടുത്തിയാൽ പറ്റത്തില്ല. മരിക്കുന്ന സമയത്ത്, അതിൽ ഈ ലോകം വിട്ട് മാറുന്ന സമയത്ത്, കർത്താവ് വരുന്ന സമയത്ത് ഏത് നിലവാരത്തിലാണോ ഞാൻ ജീവിക്കുന്നത് അതായിരിക്കും എൻ്റെ ഫൈനലായിട്ടുള്ള തേജസ്സിൻ്റെ നിലയിലേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവ് വരികയോ അത് വരാതിരിക്കുകയോ, കർത്താവ് വരികയോ അത് വരുമെന്നുള്ളത് നിശ്ചയമാണ്. അത് എപ്പോൾ വരുമെന്നുള്ളത് നമുക്കറിയത്തില്ല. എപ്പോഴും നാം എന്തായിരിക്കണം, ഇത് ആ തികവിലേക്ക് എത്തുന്ന നിലവാരത്തിലായിരിക്കണം. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് അറിയാം. വെള്ളി, സിൽവർ മെഡൽ കിട്ടുന്നവരുണ്ട്. ഇവരാരും പാവികളല്ല, ഇവരാരും നിസ്സാരക്കാരല്ല. ഒളിമ്പിക്സിന് പോയിട്ട് വെള്ളി മെഡൽ കിട്ടുന്ന ചെറിയ കാര്യമാണ്, വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഈ വിശ്വാസപാതയിൽ ഓടി വോട്ട് മെഡൽ കിട്ടിയാൽ രക്ഷപ്പെട്ടു ഓട്ടോ, നിത്യജീവന് വേണ്ടിയുള്ള ഓട്ടം നമ്മൾ എന്ത് ചെയ്തു, ലോകത്തെ ജയിച്ച് നമ്മൾ കരസ്ഥമാക്കി, നഷ്ടപ്പെടുത്തി കളയരുത്. ഇതുകൊണ്ട് നാം ഇമ്പ്രൂവ് ചെയ്യണം. നാം ഇമ്പ്രൂവ് ചെയ്ത് ഓടി എത്താമെങ്കിൽ വെളിയിലേക്ക് എത്താം, സിൽവർ മെഡൽ നേടാം, വിശുദ്ധ സ്ഥലത്തെത്താം, 60 മീനിലേക്ക് എത്താം. അതിലും നാം തൃപ്തരാകാതെ നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഓടാൻ സാധിച്ചാൽ, സ്ഥിരതയോടെ ഓടാമെങ്കിൽ, രാത്രിയിൽ ആത്മാവിന്റെ സ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുക, ഒന്നുമില്ലാതെ ജീവിതം നഷ്ടമാക്കിയവരായിരുന്നു ഞാനും നിങ്ങളും. എന്തിനാ ജീവിച്ചെന്ന് പോലും അറിയാതെ, ജീവിതത്തിന്റെ അർത്ഥം അറിയാതെ, ജീവിതം എന്താണെന്ന് അറിയാതെ ഈ ലോകത്തിൽ കുഴഞ്ഞു പോയവരായിരുന്നു. എന്നാൽ പ്രത്യാശയുടെ വചനം, ക്രിസ്തുവിന്റെ വചനം, നിത്യജീവന്റെ വചനം വന്നപ്പോൾ നമ്മെ കർത്താവ് ലാഭമുള്ളവരാക്കി മാറ്റുവാനിടയായി തീർന്നു. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചു. ദൈവം നമുക്ക് രക്ഷ സൗജന്യമായി തന്നു. അവന്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മളെ മക്കളാക്കി തീർത്തു, ശിശുക്കളാക്കി തീർത്തു, ആത്മീയ ശിശുക്കളാക്കി തീർത്തു. അവിടുന്ന് അനുദിനമുള്ള ജീവിതത്തിൽ നാം വളർച്ച പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ നാം വളർന്ന് ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. നാം വിശുദ്ധ സ്ഥലത്തിലേക്ക് എത്തി. അവിടുന്നും നാം കഷ്ടം സഹിച്ച് തികവിലേക്ക് എത്തുന്ന, ആ പൂർണ്ണതയിലേക്ക് എത്തുന്ന ആ സ്വർഗീയ വിളിക്ക് യോഗ്യരായി തീരുവാൻ വേണ്ടി മുമ്പിലേക്ക് ഓടുന്ന ആ നല്ല പോർപ്പൊരുതി മുമ്പോട്ട് പോകുന്നവരാണ് തികവ് പ്രാപിക്കുന്നത്. അങ്ങനെ ഈ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർ അവിടെ മരണത്തെങ്കിൽ
തികവിൽ അവർ ഏത് നിലവാരത്തിലാണോ ഇരിക്കുന്നത് അതനുസരിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ലോകത്തനേകർ മാറ്റപ്പെടുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റത്തില്ല ആത്മാവ് പോകുന്നത്. ഇവിടുന്ന് പോകുന്നതിൽ ഞാൻ പറയാം, ഇപ്പോൾ 5 കൂട്ടരുണ്ട്. ഒന്ന്, നിത്യ നരകാഗ്നിക്ക് വേണ്ടി പോകാൻ വേണ്ടി പോകുന്ന, നരകത്തിലേക്ക് പോകുന്നവർ എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിലേക്കല്ല, മരണമാകുന്ന നരകത്തിലേക്ക് ആത്മാക്കൾ പോകുന്നവരുണ്ട്. പാപികളാകുന്ന വ്യക്തിയുടെ ആത്മാക്കൾ അധമപാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നിത്യ യോഗ്യതയോടെ ആത്മാക്കൾ സമുദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ മരിക്കുമ്പോൾ അതാ സംഭവിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവസഭയുടെ സുവിശേഷത്തിലൂടെ തികവിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ടവർ അവര് എത്തിച്ചേരുന്നത് 2ാം സ്വർഗത്തിലേക്ക്, രണ്ടാം സ്വർഗത്തിലേക്കും 3ാം സ്വർഗത്തിലേക്കും എത്തിച്ചേരുന്ന അവർ നിത്യജീവയോഗ്യരായിട്ടുള്ള സമുദ്രത്തിലേക്കും, ചന്ദ്ര തേജസ്സുള്ള കന്യകമാരുടെ നിലവാരത്തിലുള്ളവർ 2ാം സ്വർഗത്തിലേക്കും, തികവാകുന്നവർ 3ാം സ്വർഗത്തിലേക്കും മാറ്റപ്പെട്ടുകൂടി. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും പോകുമ്പോൾ അന്നേരമേ അറിയത്തുള്ള എവിടേക്കാണ് പോകുന്നുള്ളത്. അത് അന്നേരമാണ് മനസ്സിലാകുന്നത് നമ്മൾ എവിടേക്കാണ് പോകുന്നുള്ളത്. നമ്മൾ ജീവിച്ച് ആ തികവിലാണെങ്കിൽ, പോരാട്ടത്തിൽ, ഓട്ടത്തിൽ നാം എപ്പോഴും ക്രിസ്തുവിനോട് കൂടിയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഉറപ്പുണ്ട് നാം മരണാനന്തരം 3ാം സ്വർഗത്തിലേക്ക് എത്തും. ഈ പരദീസിൽ 1ാം സ്വർഗത്തിലേക്ക് എത്തുന്നത് പഴയ വിശുദ്ധന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ നിലവാരത്തിലുള്ളവര്, ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവര്, അവരാണ് പരദീസ് 1ാം നിലവാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് ഈ സമയത്ത് നാം ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ, യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് തൻ്റെ ക്രൂശ് മരണം സംഭവിച്ചത് മുതൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള മീതെയുള്ള യെരൂശലേമിലേക്ക് ആരൊക്കെ പ്രവേശിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ഒരൊറ്റ കൂട്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുവരെയും യേശുവിൻ്റെ മരണം നടക്കുന്നത് വരെയും പാതാളത്തിൽ മീതെയുള്ള പാതാളത്തിൽ ബദ്ധന്മാരായിരുന്ന അബ്രഹാമിൻ്റെ മടിയിൽ ഉൾപ്പെടെയുള്ളവരെയും നിത്യ യോഗ്യതയുള്ളവരെയും അവിടെ ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിന്റെ കൽപ്പന പ്രകാരം സകലത്തെ നിറയ്ക്കുന്നവൻ മീതെ കയറിയപ്പോൾ നിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. സമുദ്രത്തിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ തുടങ്ങി. സമുദ്രത്തിന്റെ മരണാന്തര നിര അത് നിറയപ്പെടുന്നത് ഇപ്പോഴൊന്നുമല്ല, അത് ഒടുക്കത്തെ നാളിലായിരിക്കും അതിൻ്റെ ആ നിരയിലുള്ളവർ എത്തിച്ചേരുന്നത്. അന്നാണ് നിത്യ. ഇപ്പോൾ ലോകാരംഭത്തിലുണ്ടായിരുന്നവർ അവരെ മീതെയുള്ള പാതാളത്തിലായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശമരണം മുഖാന്തരം ഉദ്ധരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ അവരെ സമുദ്രത്തിൽ ആണ് ദൈവം ആക്കി. സമുദ്രത്തിൽ മരണാന്തരയുണ്ട്. ഈ മരണാന്തര നിര ഒടുക്കത്തെ നാൾ വരെ ഉണ്ടായിരിക്കും. ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിലാണ് അവർ ഭൗമതേജസ് പ്രാപിച്ച് പുതുവാന ഭൂമിയിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ നമ്മൾ കാണാൻ സാധിക്കുന്നത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ ദൈവം മീതെയുള്ള യെരൂശലേമാകുന്ന പർദീസയുടെ 1ാം സ്വർഗത്തിലേക്കാക്കി. ഇന്നും അവിടെ വിശുദ്ധന്മാർ ഈ നിലവാരത്തിലുള്ളവരെത്തുന്നുണ്ട്. ഇസ്രായേലിൽ മരിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ, അതുപോലെ അബ്രഹാമിനെ പോലെയോ മറ്റു ഹാബിലിനെ പോലെയൊക്കെ ജീവിച്ച് മരിക്കുന്നവരെയൊക്കെ ഉണ്ട്. തുലോം ആൾക്കാരുണ്ട്. അവരിപ്പോൾ എത്തുന്നത് ഈ മീതെയുള്ള 1ാം യെരൂശലേമാകുന്ന പർദീസയുടെ 1ാം സ്വർഗത്തിലേക്കാണ് എത്തുന്നത്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ സ്ഥാപിതമായത് മുതൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത വരെ ഈ പർദീസയെ നിറയ്ക്കുന്നത് 1ാം സ്വർഗം മാത്രമല്ല, 2ഉം 3ഉം സ്വർഗങ്ങൾ അതിലേക്ക് ആത്മാക്കൾ പ്രവേശിക്കാൻ തുടങ്ങി. സഭ സ്ഥാപിതമായ ശേഷമാണ് നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ സുവിശേഷത്തിൻ്റെ ശശിക്കളെ പോലുള്ളവർ സമുദ്രത്തിലേക്കും 60 മേനിയാകുന്ന ചന്ദ്രതേജസ് പ്രാപിക്കാനുള്ളവർ 2ാം സ്വർഗത്തിലേക്കും, പർദീസ് 2ാം സ്വർഗത്തിലേക്കും, ഏറ്റവും തികവ് പ്രാപിക്കുന്നവർ 3ാം സ്വർഗത്തിലേക്കും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ മീതെയുള്ള സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരിൽ ഉള്ള കൂട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? 1ാം സ്വർഗത്തിലും 2ാം സ്വർഗത്തിലും 3ാം സ്വർഗത്തിലേക്കുമാണ് ആത്മാക്കൾ ഭൂമിയിൽ നിന്ന് സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരിൽ നിന്ന് മരണാന്തരം പ്രവേശിക്കപ്പെടുന്നു. അപ്പോൾ മീതെ യെരൂശലേമിൽ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഉള്ളത് 1ാം സ്വർഗത്തിലേക്ക് വിശുദ്ധന്മാർ എത്തിച്ചേരുന്നുണ്ട്. അത് വളരെ ചുരുക്കം ആൾക്കാരാണ്. അത് അബ്രഹാമിനെ പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇസ്രായേലിൽ നിന്ന് ദൈവകൽപ്പന പ്രമാണിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ആ നിലവാരത്തിലേക്ക് എത്തുന്നത്. 2ാം സ്വർഗത്തിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടത് വെള്ളി മെഡൽ വാങ്ങിക്കുന്ന അഥവാ 60 മേനിയിലേക്ക് എത്തുന്ന, ലോകത്തെയും ജഡത്തെയും ജയിക്കുന്ന സഭയുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് ഇന്ദ്രിയ ജയം അവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജഡത്തെ ജയിച്ചു.
പക്ഷെ പൂർണ്ണതയായിട്ടില്ല. തേജസ്സിൻ്റെ ചന്ദ്രദേശം പ്രാപിക്കുള്ളൂ. അവർ വിശ്രമിക്കുന്നത് രണ്ടാമത്തെ സ്വർഗത്തിലാണ്. പർദീസ് രണ്ടാം സ്വർഗത്തിലാണ്. മീതിയുള്ള യേശുവിലാണ് ഇവർ ഉൾപ്പെടുന്നത്. എന്നാൽ തികവാകുന്ന ദൈവസഭയുടെ സ്തെഫാനസിനെ പോലുള്ളവർ, പൗലോസിനെ പോലുള്ളവർ, പത്രോസിനെ പോലുള്ളവർ, അതുപോലെ ആദിയാത്മാരുടെ സഭയോട് ബന്ധത്തിലുള്ള പ്രിയപ്പെട്ടവർ ഇന്നുമുണ്ട്. അവർ മരണാനന്തരം പ്രവേശിക്കുന്നത് മീതിയുള്ള യേശുവിനാകുന്ന പർദീസയുടെ മൂന്നാം സ്വർഗത്തിലേക്കാണ്. ഇതാണ് മധ്യാകാശ പ്രത്യക്ഷത വരെയുള്ള സ്വർഗതേജസ് പ്രാപിക്കുന്നവരെ കൂടുതൽ ബന്ധത്തിൽ മീതിയുള്ള യേശുവിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീതിയുള്ള യേശുവിൻ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നതിൽ നിന്ന്, അപ്പോൾ ഈ മീതിയുള്ള യേശുവിൽ 3 കൂട്ടരുണ്ട്. നക്ഷത്ര തേജസ് പ്രാപിക്കുന്ന പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരുണ്ട്. ചന്ദ്രതേജസ് പ്രാപിക്കാനുള്ള ദൈവസഭയുടെ പുതിയ നിയമസഭയുടെ 60 മേനികളെ ചന്ദ്രതേജസ് പ്രാപിക്കുന്നവരുടെ കന്യകമാർ നിലവാഴ്ത്തപ്പെടുന്നവരുണ്ട്. നിർമ്മല കന്യകയാകുന്ന ഏറ്റവും അതിശ്രേഷ്ഠമുള്ള സൂര്യതേജസ് പ്രാപിക്കുന്നവരും ഉണ്ട്. എന്നുവരെ ഈ ഒരു നിലവാരത്തിൽ മീതിയുള്ള യെരൂശലേം നിൽക്കുന്നു വെച്ചാൽ അത് ഈറ്റുന്നതോടെ കാത്തുകൊണ്ടിരിക്കുന്നത് മൂന്നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനുള്ള ആദിജാതന്മാരുടെ സഭയാകുന്നവരുടെ എണ്ണം തികയപ്പെടുന്നത് വരെ, അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് അവരോടൊപ്പം രൂപാന്തരപ്പെടാനുള്ളവരുടെ എണ്ണം തികയപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ സ്വർഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണോ ആ എണ്ണം തികയപ്പെടുന്നത്, അന്നാണ് കർത്താവിൻ്റെ മധ്യാകാശ വരവ് സംഭവിക്കുന്നത്. അതിനുശേഷമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവസഭ പൂർണ്ണമായി ഇവിടുന്ന് മാറ്റപ്പെടുന്നില്ല. അത് വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒരു വാക്യം ഞാൻ വായിക്കും. വായിച്ച ശേഷമായി ഈ മീതിയുള്ള യേശുവിൽ ഉൾപ്പെടുന്നവർ മറ്റ് ആരൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലായി. ഇപ്പോൾ മീതിയുള്ള യേശുവിൽ ഇപ്പോൾ ഉള്ളത് ആദിജാതന്മാർ സഭയിൽ ഉൾപ്പെടുന്നവരുണ്ട്. ചന്ദ്രതേജസ് പ്രാപിക്കാനുള്ള കന്യകമാർ നിലവാഴ്ത്തപ്പെടുന്നവരുണ്ട്. പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കാഹളം ധ്വനിച്ച് ആദിജാതന്മാരുടെ എണ്ണത്തെ സ്വർഗാസുഖത്തിലേക്ക് കൊണ്ടുപോയ ശേഷമായി പിന്നീട് ബാക്കിയുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 12-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. അപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളൂ. അപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ അഥവാ മീതിയുള്ള യെരൂശലേമിൻ്റെ സന്തതിയുടെ ശേഷിപ്പിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ, 2 യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവർ. അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരെല്ലാം എടുക്കപ്പെട്ടില്ല. വെളിപ്പാട് 12-ാം അധ്യായം പഠിച്ചാലേ മനസ്സാകത്തുള്ളൂ. ആരാ എടുക്കപ്പെട്ടത്? ആരാ എടുക്കപ്പെട്ടത്? ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആരാ സ്ത്രീയുടെ സന്തതി, ഈ ആൺകുട്ടി, ഈ സൂര്യനടിഞ്ഞ സ്ത്രീയുടെ ആരെയാണ് എടുക്കപ്പെട്ടത്? ആൺകുട്ടിയെ എടുക്കപ്പെട്ടു. അപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിൽ 2 കൂട്ടരുണ്ട്. അതിന് പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ, 2 യേശുവിൻ്റെ സാക്ഷ്യമുള്ളവർ. ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തോടുള്ള ബന്ധത്തിലാണ്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിലാണ്. യേശുവിൻ്റെ സാക്ഷ്യം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത കഴിഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ശേഷി ഇല്ല എന്നല്ല, മീതെയുള്ള യെരൂശലേമിൽ അഥവാ പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുവാനുള്ളവരുടെ ശേഷിപ്പെടുകയാണ്. ആരൊക്കെ അവിടെ ഉള്ളത്? ചന്ദ്രതേജസ് പ്രാപിക്കാനുള്ളവരുടെ എണ്ണം തികയപ്പെട്ടിട്ടില്ല. നക്ഷത്രതേജസ് പ്രാപിക്കാനുള്ളവരുടെ എണ്ണം തികയപ്പെട്ടിട്ടില്ല. അത് എപ്പോൾ തികയപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കണം. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് മീതിയുള്ള യേശുവിന്റെ ബന്ധത്തിൽ ആരൊക്കെയാ ഉള്ളത്? സൂര്യതേജസ് പ്രാപിക്കുന്ന സ്വർഗത്തിൽ പേഴിക്കുന്ന ആദിജാതന്മാരുടെ സഭയുണ്ട്. അവർ മധ്യാകാശ വരവിൽ എടുക്കപ്പെടും. അവർക്കാണ് സൂര്യതേജസ് പ്രാപിക്കുന്നത്. അവർ മീതിയുള്ള യെരൂശലേമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാകുന്ന മൂന്നാം സ്വർഗത്തിലുണ്ട്. അവരെ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവരുണ്ട്. അവര് 2 കൂട്ടരാണുള്ളത്. ദൈവകൽപ്പന പ്രമാണിക്കുന്ന പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാർ ഉൾപ്പെടെയുള്ളവർ. അവര് സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെട്ടില്ല. അപ്പോൾ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ കുഞ്ഞാടിനോട് ചേരുവാനുള്ള
സഭ മാത്രമേ പുനരുത്ഥാനം പ്രാപിക്കുന്നുള്ളൂ. ആ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനമല്ല, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനമല്ല. ആ പുനരുത്ഥാനം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, വല്ല വിധേനയും എനിക്ക് മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം അതിനുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഇതിനെ മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനത്തെ മർമ്മമായിട്ടാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്നുള്ളത് പുനരുത്ഥാന രൂപാന്തരത്തെയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് സ്വർഗാരോഹണത്തെയും കാണിക്കുന്നു. അതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമായി ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു എന്നുള്ളതും പിന്നെ 1260 ദിവസമുള്ള ബന്ധത്തിൽ സാത്താനിക മഹത്വം ആരംഭിക്കുന്നുള്ളതും സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവരിൽ ദൈവസഭയുടെ ഭാഗമുണ്ടെന്നുള്ളതും വ്യക്തമാണ്. ഇനി അത് വെളിപ്പാട് 11-ാം അധ്യായം പുറകോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാനിതിപ്പം പറഞ്ഞു പോകുന്നത് ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിശദമായി പഠിക്കും കേട്ടോ, നമ്മൾ കൃത്യമായി പഠിക്കും. ഇതെന്ന് പറഞ്ഞു പോകുന്നത് എന്താണ് മീതിയുള്ള യെരൂശലേം എന്ന് പറഞ്ഞിട്ട് അത് കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പോൾ ഇത് ഈ ദൈവത്തിന്റെ പുതിയ യെരൂശലേമിനോട് ബന്ധപ്പെട്ട് ചേരാനുള്ളവരിൽ ആദിയാകന്മാരുടെ സഭ എടുക്കപ്പെട്ടാൽ പിന്നീട് ദൈവസഭയുടെ ശേഷിപ്പിൽ ഉള്ളവർ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് രാത്രിയിൽ നിങ്ങളുടെ ചിന്താഗതി മാറണം കേട്ടോ. കർത്താവിന്റെ മധ്യാകാശ വരുവെങ്കിൽ അവനോട് ചേരുവാൻ യോഗ്യതയുള്ള ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിക്കുന്നവർ മാത്രമേ അന്ന് രൂപാന്തരപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമാണ് മരണാനന്തരം സ്വർഗീയ പരദീസയുടെ 3-ാം സ്വർഗത്തിലേക്ക് എത്തുന്നത്. അസാധ്യമായ കാര്യമല്ല അവിടെ എത്തിച്ചേരാൻ, നമ്മളെ കൊണ്ട് സാധിക്കും. എന്നാൽ നാം അതിനു വേണ്ടി എത്തണം, ഒരുങ്ങണം. കാലേബും കൂട്ടനും പോയി കനാൻ ദേശം കണ്ടിട്ട് വന്ന് 10 പേര് പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങനെ പഠിപ്പിക്കുകയല്ല. നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്നല്ല. 2 പേര് പറഞ്ഞു, യോശുവയും കാലേബും പറഞ്ഞു നമ്മളെ കൊണ്ട് അത് സാധിക്കും. അതുകൊണ്ട് ഇത് ഒരിക്കലും കേറാൻ വയ്യാത്തൊരു മലയല്ല, നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അതിനാവശ്യമായിരിക്കുന്നത് താഴ്മയോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് പറയണം, ദൈവമേ, എൻ്റെ ആഗ്രഹം, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങയുടെ വരവാണ്. മധ്യാകാശത്ത് വരുമ്പോൾ വല്ല വിധേനയും എന്നെ കൂടി അങ്ങയുടെ വരവെങ്കിൽ എടുക്കണമേ എന്നുള്ള പ്രാർത്ഥന അവിടെ ജീവിക്കുന്നവർക്കത് സാധിക്കും എന്നുള്ളതാണ് രാത്രിയിൽ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നമാണെങ്കിൽ ആരെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, മനുഷ്യ നിന്റെ കഴിവുകൊണ്ട് പറ്റത്തില്ല. എന്നാൽ എൻ്റെ തമ്പുരാൻ പിതാവാം ദൈവം തന്റെ പുത്രന്റെ രക്തമൊഴുക്കി ജയം തന്ന് അവന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് ആഠ്യകവിലേക്ക് തേജസ്സിന്റെ മക്കളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാ പരിശുദ്ധാത്മാവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അന്യഭാഷയിൽ നാം മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നത്, അതിനുവേണ്ടി നാം ആരാധിക്കുന്നത്, അതിനുവേണ്ടി നമ്മുടെ കുറവുകളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാ. രാത്രി നമുക്ക് സാധിക്കും കേട്ടോ, അസാധ്യമായ കാര്യമല്ല. എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് അനുവദിച്ചാൽ എനിക്കത് സാധിക്കും. ഈ പഠനം മുഖാന്തരമായിട്ട് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ വെളിപ്പാട് പുസ്തക പഠനത്തെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുകയാണ്. ബൈബിളൊക്കെ നമ്മൾ അറിയുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഇതിലെഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഈ ഒരു വിഷയം, ഈ മർമ്മമേറിയ വിഷയം ജീവിതങ്ങളുടെ ഹൃദയപ്പലകിൽ എഴുതപ്പെടണം എന്നുള്ളതാണ് എളിയവനായിരിക്കുന്ന എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാട് നിങ്ങൾക്കത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഒട്ടും മറച്ചു വെക്കാതെ എനിക്ക് തന്നിരിക്കുന്ന മുഴുവനും ഞാൻ ദൈവസഭയുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇനി അല്ല ഇതിനേക്കാൾ വേറെ ഒരു ടീച്ചിങ്, സ്വീകരിക്കത്തക്കതായ ടീച്ചിങ് ആരെങ്കിലും കൊണ്ടുവരാമെങ്കിൽ നിശ്ചയമായിട്ട് ഞാനത് സ്വീകരിക്കാം. ഇന്ന് രാത്രി ഞാനിത് പറയുന്നതിൻ്റെ കാരണം വളരെ ഹൃദയവേദനയോടും ഹൃദയത്തിൻ്റെ ഭാരത്തോടും സന്തോഷത്തോടും കൂടി പറയാന്ന് പറഞ്ഞാൽ ഈ ഒരു മർമ്മം മനസ്സിലാക്കി കിട്ടണം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പാത ഇവിടെ നിൽക്കുന്നവർക്ക് അതേ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതൊന്നും ദുരുപദേശമല്ല, സത്യവചനമാണ്. ഇത് കഥ വരുമ്പോൾ ആരും പോകത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്.
നമുക്ക് പോകാൻ സാധിക്കും. അവർ കനാൻ ദേശം ഒറ്റ നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് 10 പേര് പറഞ്ഞ് പറ്റത്തില്ല ഓട്ടോ, നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കാലേബും യോശുവയും പറഞ്ഞില്ല, നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇത് വായിച്ച് കേട്ടിട്ട് അയ്യോ ആർക്ക് പറ്റും, ലോകത്തെ ജയിക്കാൻ ആർക്ക് പറ്റുമോ, ജനതയാൾക്ക് ജയിക്കാൻ പറ്റുമോ, സാധാരണക്കാർക്ക് ജയിക്കാൻ പറ്റുമോ എന്ന് വിലപിക്കല്ല ചെയ്യേണ്ടത്. ദൈവം അനുവദിച്ചാൽ നമുക്ക് സാധിക്കും. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നാം ജഡത്തെ ജയിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവിനാൽ നാം ജയിക്കുന്നു. അതെ, യേശുക്രിസ്തുവിൻ്റെ വചനമാകുന്ന ശക്തി കൊണ്ട് സാത്താനെ ജയിച്ച് ദിവസങ്ങളിൽ, അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം വീണ്ടും ജനിക്കപ്പെട്ടു, ലോകത്തെ ജയിച്ചു. പരിശുദ്ധാത്മാവിനാൽ നാം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വചനത്താൽ നാം സാത്താനെ ജയിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സിനനുസരിച്ചുള്ള ടീച്ചിങ് ആണ് ദൈവം നൽകുന്നത്. ലോകത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം, സാത്താനെ ജയിക്കണം, ജയാളികളാകണം. അങ്ങനെയുള്ളവരെ ചേർക്കാൻ യേശു വരുന്നു. അപ്പോൾ ഇവര് ബാക്കിയുള്ളവരുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് വെളിപ്പാട് 11-ാം അധ്യായം നമ്മൾ പുറകോട്ട് പഠിപ്പിക്കുന്നത് പഠിക്കും. എന്നാൽ 11-ാം അധ്യായത്തിൽ ഒരു ഭാഗം വായിച്ചിട്ട് ആരാണ് ഈ സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവർ എന്നുകൂടി ഇന്ന് ഞാൻ വേഗത്തിലെടുക്കാം. അങ്ങനെ 11-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മൂന്നുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ 2 ഉടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അഥവാ 1260 ദിവസം 3.5 വർഷം 42 മാസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. അപ്പം ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ഇതാരാണ് സാക്ഷികൾ എന്നുള്ളതിനെ കുറിച്ച് അത് നമ്മൾ പഠിക്കും. മോശയോ ഹാനോക്കോ ഏലിയാവോ ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്ന അവർ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. പലവരോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടായപ്പോൾ ജീവിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ട ശേഷം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ചോദിക്കാറുണ്ട്. അതിന് ഉത്തരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3.5 വർഷം ദൈവം അവർക്ക് പ്രത്യേക അധികാരം കൊടുക്കും. ഇവിടെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സഭയുടെ ശേഷിപ്പിൽപ്പെടുന്ന 60 മേനിയിലും അതുപോലെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കുന്നില്ല. അവർക്ക് ദൈവം പ്രത്യേക അധികാരം കൊടുക്കും. ഇന്ന് നമുക്ക് കിട്ടാത്ത അധികാരമാണ് 3 വർഷം. ഇപ്പോൾ എന്നാൽ വിചാരിക്കുക, ഇപ്പൊ നമുക്ക് ഇല്ലാത്തതൊക്കെ അന്നേരം കിട്ടുന്നത് അന്നേരത്തേക്ക് നിൽക്കാനാണോ? പാവം, അങ്ങനെയല്ല. ചിലർ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിൻ്റെ നെഗറ്റീവേ എടുക്കുകയുള്ളൂ. ഇത് എനിക്കറിയാം. വളരെ കാര്യമായി പഠിപ്പിച്ച് പോയി അവസാനം എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതേ മനസ്സിൽ പിടിക്കുകയുള്ളൂ. ഒരിക്കൽ ഞാൻ അവിടെ പ്രസംഗിച്ചു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഒരാളുടെ ഉടുപ്പിൻ്റെ അകത്ത് പേര് പറഞ്ഞു പോയി. അതിനെ ആളുടെ ഉടുപ്പരിച്ച ചെളി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പേര് പറഞ്ഞ പുള്ളിയുടെ പുറകെ എല്ലാവരും കൂടി. ഞാൻ പറഞ്ഞ വിഷയം പ്രധാനപ്പെട്ടതെല്ലാം വിട്ടുകളഞ്ഞു. ഞാൻ അറിയാവുന്ന ഒരാളുടെ പേരൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. അതോടെ ഞാൻ ആരുടെയും പേര് പറയത്തില്ല. ഞാൻ പറഞ്ഞ വെള്ള ഉടുപ്പ് ധരിച്ചു വരുന്ന ഒരാളുടെ അത് വെള്ള ഉടുപ്പിന്റെ ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഒരു ഉദാഹരണം പറഞ്ഞതാ. ആ ഉദാഹരണം പറഞ്ഞ നെഗറ്റീവേ എടുത്തുള്ളൂ, അതിൻ്റെ ശരിയായ വശം മനസ്സിലാക്കിയില്ല. ഇതാണ് കേൾവിക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരും. ഞാനിവിടെ പറയുന്നത്, ഇവരുടെ അധികാരം കാണുമ്പോൾ എന്നാൽ കർത്താവ് വന്നിട്ട് പൊക്കോട്ടെ, നമുക്ക് ഈ അധികാരമൊക്കെ പ്രാപിച്ച അന്നേരം അങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളത് ചിന്തിക്കരുത്. പ്രത്യേക അധികാരം കിട്ടും. എന്താണ് അധികാരം എന്നുള്ളത് നമുക്ക് വായിക്കാം. അവരെങ്ങനെയാണ് നിൽക്കുന്നുള്ളത്, പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ നമ്മൾ വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ പുറമേ ചെയ്യുന്നില്ല. നമ്മുടെ അകത്ത് നാം എന്ത് ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അന്ന് ഈ 3.5 വർഷം നിൽക്കാനുള്ള സമയത്ത് ദൈവം ഇവരെ പ്രത്യേകമായിരിക്കും അധികാരം കൊടുക്കും. ഇവർക്ക് എന്താ കൊടുക്കുന്ന അധികാരം എന്നറിയോ? ആർക്കെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നതിന് അങ്ങനെ മരിക്കേണ്ടി വരും. അവിടെ പ്രവചനകാലത്ത് മഴ പെയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഈ ശേഷിപ്പിലുള്ളവർക്ക് അന്ന് ഈ തികവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞല്ലോ പഴയ ശ്രേഷ്ഠന്മാരായിട്ട് നിലവാരത്തിൽ ഉൾപ്പെടുന്നവരും ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവരും സുവിശേഷത്തെ ശേഷിപ്പുള്ളവർക്കും ദൈവം പ്രത്യേക അധികാരം എന്ന് കൊടുക്കും. അവിടെ വായിൽ തീ പുറപ്പെടും, ദോഷം ചെയ്യുക അവരെ കൊന്നുകളെന്ന് പറയുന്നത്. അങ്ങനെയാണ് 3 വർഷം നിർത്തുമ്പോൾ സാത്താൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവൻ ഇവരെ പരാജയപ്പെടുത്താൻ കൊല്ലാൻ കഴിയത്തില്ല, ഇവരെ ഇല്ലാതാക്കാൻ കഴിയും. 3 വർഷത്തെ നോക്കുമ്പോൾ ഇവൻ ആ സമയത്താണ് വായിൽ നിന്ന് ദുരുപദേശം വെള്ളം ചാടിക്കുന്നത്.
ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ, വല്ലപ്പോഴും ഒഴുകിപ്പോകുന്ന ഇതേ ഉള്ളൂ. വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ദുരുപദേശം വരുന്നത്. ഓരോ എത്രയോ ദുരുപദേശം അതൊന്നും അറിയാമോ? യൂട്യൂബിൻ്റെ അകത്ത് എല്ലാം കേട്ട് 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 പലർക്കും ആകെപ്പാടെ കൺഫ്യൂഷൻ, ഏതാ ഉപദേശം ഏതാ ദുരുപദേശം, ആകെ കൺഫ്യൂഷനായി കിടക്കുക. ഇപ്പൊ വല്ലപ്പോഴുള്ള ദുരുപദേശം, അങ്ങനെ ഒരു പ്രസ്ഥാനം വരും, അങ്ങനെ പോകും, കുറെ ആൾക്കാർ പോകും. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിന് പരിശുദ്ധാത്മാവിന്റെ സഭ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും, പോകരുത് കേട്ടോ, പോകരുത്. യേശുവിന്റെ നാമം എന്ന് പറഞ്ഞൊരു കൂട്ടർ വരും, പോകരുത് കേട്ടോ, പോകരുത്. യഹോവയുടെ നാമം പോകരുത്. നമുക്ക് യഹോവയുണ്ട്, പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ നാമം പിടിച്ച് ഓരോ ഉപദേശം കൊണ്ടുവന്ന് എത്രയോ പേര് വരുന്നു, അവർ വരുന്നു പോകുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ചിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളും സ്നാനവും ഒക്കെയും നമ്മൾ അനുവർത്തിച്ച് വരുന്ന പെന്തക്കോസ്ത് പ്രമാണത്തിന് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, സത്യമാണ്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും തികവുള്ളവരാണല്ല പറഞ്ഞിരിക്കുന്നത്, കുറവുകൾ നമുക്ക് ഓരോയുണ്ട്. പക്ഷെ ഉപദേശം സത്യമാണ്. ദൈവസഭയുടെ ഉപദേശം കാത്തു സൂക്ഷിക്കുന്നവരാണ് പെന്തക്കോസ്ത് സഭകൾ. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഭിന്നതയോ വഴക്കോ പിണക്കോ ഒക്കെ കാണും, പക്ഷേ നിൽക്കുന്നത് ശരിയായിട്ടുള്ള മണ്ണിലാണ്. നമ്മളത് നിന്നാൽ മതി. അടിസ്ഥാനം മറിച്ച് കളയരുത്. ആൾക്കാരെ കൂട്ടാൻ വേണ്ടി അഴിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യരുത്. എന്താണോ ദൈവസഭ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധിയുടെ പ്രമാണം കാത്തു സൂക്ഷിക്കണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വിശുദ്ധീവം നയിച്ച് വേർപെട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോരണം എന്നുള്ള വചനം കേട്ട് ഉപദേശം കേട്ട് പോകണം എന്നുള്ള 7 അടിസ്ഥാന ഉപദേശങ്ങൾ ഏത് സഭയുണ്ടോ അതിനെ ആണ് ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഉപദേശം. നവീന ഉപദേശമായിട്ട് വന്ന ആരെങ്കിലും വന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കരുത് കേട്ടോ. രക്ഷിക്കപ്പെട്ട് വിശുദ്ധ നമ്മൾ വിശ്വാസാനം പിതാവിനുപുത്രനും വിശ്വനാമത്തിൽ സ്നാനപ്പെടാതെ ഒക്കെ അഭിഷേകം പ്രാപിക്കാം, തികവ് പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അത് അടിസ്ഥാനത്തെ മറിച്ച് കളയുക എന്ന് പറയുന്ന അടിസ്ഥാനം മറിച്ച് കളയുക. ഇത് ഇന്നിപ്പം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സാത്താനികമായ സമയത്ത് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാധാരണ. കാരണം ആരെങ്കിലും ദോഷം വന്നാൽ അവിടെ വായുന്ന തീ പുറപ്പെടും, കുന്നുകൾ ദീപിച്ച് കളയും. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ചെയ്യുന്നത് സാത്താൻ അവൻ ചെയ്യുന്നത് ദുരുപദേശമാകുന്ന വെള്ളം അവൻ്റെ വായിൽ നിന്ന് ഒഴുക്കിയിട്ട് അനേകരെ തെറ്റിച്ച് കളയാൻ വേണ്ടി ദുരുപദേശം ഒഴുക്കും. സാത്താൻ ചെയ്യുന്നതാണ്. അന്ന് അവൻ്റെ പഠിപ്പിക്കൽ അനേകർ ആകർഷകരായിത്തീരും. അങ്ങനെയാണ് എതിർക്രിസ്തുവിൻ്റെ പഠനത്തിലേക്ക് ഒരുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന സ്ത്രീയുടെ സന്ധ്യയുടെ ശേഷിപ്പിലുള്ളവർ 2 കൂട്ടരുണ്ട്. 2 ഒലിവ് മരവും 2 നിലവിളക്കുമാകുന്നു. അപ്പോൾ 7 പൊൻനിലവിളക്കുകൾ കാണിക്കുന്നത് ആഗോള സഭയിൽ നിന്ന് ഇപ്പോൾ കാണിക്കുന്ന, നമ്മൾ ആദ്യം പഠിച്ച 2 അധ്യായങ്ങൾ പഠിച്ചത് 7 പൊൻനിലവിളക്കുകളാണ് കണ്ടത്. അത് ആഗോള സഭയെ കാണിക്കുന്നു. ആഗോള സഭയിൽ നിന്ന് തികവാകുന്ന മണവാട്ടി സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ശേഷിപ്പുണ്ടായിരിക്കും 2 നിലവിളക്കെന്ന് പറയും. പൊൻനിലവിളക്കെന്ന് പറയും. 2 നിലവിളക്കുണ്ടായിരിക്കും. നിലവിളക്ക് സഭയുടെ ശേഷിപ്പാണെന്നുള്ളതിന് സംശയം ഏതുമേ ഇല്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 7 നിലവിളക്ക്, 7 പൊൻനിലവിളക്ക്, 7 സഭകൾ എന്ന് പറഞ്ഞു. അപ്പോൾ പൊൻനിലവിളക്ക് നിന്ന് ഭാഗമായിരിക്കുന്ന ശ്രേഷ്ഠമേറിയിരിക്കുന്ന കുഞ്ഞാടിനോട് ചേരുവാനുള്ള സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് 7 പൊൻനിലവിളക്കെന്നല്ല പറയുന്നത്, ശേഷിക്കുന്നവരെ 2 നിലവിളക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 നിലവിളക്ക്. 2 നിലവിളക്ക് എന്ന് പറയുമ്പോൾ നഗരത്തോട് ബന്ധപ്പെടുവാനുള്ളവരാണ്. ഇവരെ 2 പ്രാവശ്യം 2 സമയങ്ങളിലൂടെ പുനരുത്ഥാനം നടക്കുന്നതാണ് 2 നിലവിളക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ തേജസ് ഒന്ന് തന്നെയാണ്. എന്നാൽ മറുഭാഗത്ത് പറഞ്ഞ 2 ഒലിവ് മരം എന്ന് പറയിക്കുന്നത്, 2 ഒലിവ് മരം എന്നുള്ളത് അത് പഴയ നിയമത്തിന്റെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരെയാണ്, ആ സാക്ഷികളുടെ സമൂഹത്തെയാണ് 2 ഒലിവ് മരങ്ങൾ വെളിപ്പെടുന്നത്. 2 ഒലിവ് വൃക്ഷം വെളിപ്പെടുന്നുണ്ട്. അപ്പൊ 2 സാക്ഷികൾ ആരോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവര് പഴയ നിയമത്തിന്റെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ ഒരു കൂട്ടരും, 2 ഒലിവ് മരവും ദൈവസഭയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവരാണ് 2 നിലവിളക്കുകളായിട്ടുള്ളത്. അപ്പോൾ 7 പൊൻനിലവിളക്ക്, 2 നിലവിളക്ക്, 2 ഒലിവ് മരം. ഇതാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരെ വെളിപ്പെടുത്തുന്നത്. 7 പൊൻനിലവിളക്ക്, 2 ഒലിവ് മരം, 2 നിലവിളക്ക്. ഇവരാണ്
മീതെയുള്ള യെരൂശലേമിന്റെ ഭാഗമായി തീരുകയും ഇവരാണ് പുതിയ യെരൂശലേമിന്റെ കല്ലുകളായി തീരുകയും ചെയ്യുന്നവർ. ഇത്രയും മനസ്സിലായല്ലോ ആരൊക്കെയാണുള്ളത്? 7 ആഗോള സഭയിൽ നിന്ന് 7 പൊന്നലുകൾ കാണിക്കുന്നതിൽ നിന്ന് ആദിയാത്മാർ സഭ എടുക്കപ്പെടും. അതിനുശേഷമായിട്ട് കാണുന്നത് 2 ഒലിവ് മരവും 2 നിലവിളക്കുമാകുന്നു. ഇതിനെ ഞാൻ സെക്രിയാവിന്റെ പ്രവചനവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിന്റെ പഠനം ഞാൻ ഇന്ന് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുക. ആരൊക്കെയാണ് 2 സാക്ഷികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. തികവാകുന്ന സാക്ഷ്യം നൂറുമേനിയിലുള്ളവർ 7 പൊന്നലവിളക്കുള്ള ബന്ധത്തിൽ എടുക്കപ്പെടും കർത്താവിന്റെ മധ്യാശ്വരമെങ്കിൽ. അതിനുശേഷമായിട്ട് ഇവിടെ പറയുന്നത് ഇവർ കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ഇതിവിടെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അത് സെക്രിയാവിന്റെ പ്രവചനം നമുക്ക് അതിന്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ ഈ പ്രവചനത്തിന്റെ ഭാഗം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സെക്രിയാവിന്റെ നമുക്കറിയാം, ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയോടുള്ള ബന്ധത്തിൽ അത് മുടങ്ങിക്കിടന്ന ശേഷമായി പണിയുന്നതിനുള്ള ബന്ധത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സെക്രിയാവിന്റെ 4-ാം പ്രവചനം. അപ്പൊ സെക്രിയ പ്രവചനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിശുദ്ധന്മാർ ആരൊക്കെ എന്നുള്ളതിന്റെ ഒരു നിഴലായിട്ടുള്ള റെപ്രസെന്റേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. നീ എന്ത് കാണുന്നു എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലക്കിലൊരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലക്കിലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്ത് ഭാഗത്തൊന്നും ഇടത്ത് ഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ ഇതെന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇതെന്താകുന്നുവെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞു തന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യയുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയായി തരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ, സെരുബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടെ അൺമ്യൂട്ട് ചെയ്യണേ പ്ലീസ്. മ്യൂട്ട് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്തത് മ്യൂട്ട് ചെയ്യണം. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മ്യൂട്ട് ചെയ്യണം, ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല പ്ലീസ്. ഈ പ്രവചനം ദൈവസഭയുടെ മന്ദിരം പണിയപ്പെടുന്നുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അതിന്റെ 1-ാം ഭാഗം ഇത് പണിയപ്പെടുമെന്ന് വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ സെക്രിയാവ് കാണുന്നത് യെരൂശലേം ദേവാലയ പണിയോട് ബന്ധത്തിലാണെങ്കിലും അവനെ ദൈവം കാണിച്ചത് ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന മീതെയുള്ള യെരൂശലേമിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് കൊടുത്തത്. അതിനെ ഞാൻ വേഗത്തിൽ ആത്മാവിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ട് കാണിച്ചിരിക്കുന്ന ക്രിസ്തുയേശു എന്ന വചനമാൻ ദൈവത്തെയാണ് കാണിച്ചിരിക്കുന്നത്. വചനമാൻ ദൈവം, അതാണ് പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ട്. തലക്കിലുള്ള ഒരു കുടം പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കാണിക്കുന്നു. ഈ 7 വിളക്കും 7 കുഴലും കാണിക്കുന്നത് 7 സഭകളും 7 ദൂതന്മാരെയും 7 സഭയുടെ ദൂതന്മാരെയും കാണിക്കും. നമ്മൾ 2-3 അധ്യായത്തിൽ പഠിച്ചതാണ്. 2 ഒലിവുമരം ഇടത്തും വലത്ത് നിൽക്കുന്നത് ലോകാരംഭം മുതൽ കർത്താവിന്റെ 2-ാമത്തെ വരവിന് മുമ്പ് നടക്കുന്ന 1-ാമത്തെ പുനരുത്ഥാനം വരെ സ്വർഗീയ യെരൂശലേം എന്ന നഗരത്തിനോട് ചേരുവാനുള്ള സ്വർഗീയ തേജസ് പ്രാപിക്കുന്ന നക്ഷത്രങ്ങളിൽ വ്യത്യസ്തയുള്ള തേജസ് പ്രാപിക്കുന്ന പഴയ വിശുദ്ധന്മാരെയാണ് 2 ഒലിവുമരം കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഈ 1-ാമത്തെ ദർശനത്തെ അവൻ കണ്ടത്. എന്താ കണ്ടത്? അവൻ കണ്ടത് ഇപ്പോഴുള്ള പ്രസന്റ് ടൈമിനെ കുറിച്ചാണ് കണ്ടത്. അവൻ അന്ന് കണ്ടതെന്ന് ഭാവി കാലത്തെ കുറിച്ചാണ് കണ്ടത്. ഇപ്പോൾ ഈ ഒരു നിലവാരത്തിലുള്ള ബന്ധത്തിലൊരു കാഴ്ചപ്പാട് അവൻ കാണുകയാണ്. ഇപ്പൊ ഇതിനകത്ത് മുഴുവനുള്ള ഭാഗങ്ങളല്ല ഉള്ളത്. ഇതിനകത്ത് ഇത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പൊന്നുകൊണ്ടൊരു വിളക്ക് തണ്ട് ക്രിസ്തുയേശു. ആ വിളക്ക് തണ്ടിന് തലയ്ക്കൊരു കുടമുണ്ട്. ആ കുടമാണ് പരിശുദ്ധമാവൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന് 7 വിളക്കും 7 കുഴലും 7 ആഗോള സഭയുള്ള ബന്ധത്തിൽ കാണുന്നു. 7 ദൂതന്മാരെ കാണുക നമ്മൾ 2-3 അധ്യായത്തിൽ പഠിച്ചത്. അപ്പോൾ ഇടത്തും വലത്തും കാണിക്കുന്നത് 2 ഒലിവുമരവും പഴയ നിയമ പ്രവാചകൻ കാണുവാനായിട്ടിടയാത്തത്. അതിൻ്റെ അർത്ഥം ഇടത്തും വലത്തും നിൽക്കുന്ന 2 ഒലിവ്. ഇത് വിളക്കിനോട് ചേർന്നതല്ല, വിളക്കിന്റെ ഭാഗമല്ലത്. ഈ വിളക്കിനുള്ള എണ്ണ കൊണ്ടല്ല ഈ വിളക്ക് പ്രകാശിപ്പിക്കുന്നത്. ചിലർ അങ്ങനെയാണ് വ്യാഖ്യാനിക്കാറുണ്ട്.
ഈ ഒലിവുമരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവസഭയെ പ്രകാശിപ്പിക്കുന്നത്, ആഗോള സഭയെ പ്രകാശിപ്പിക്കുന്നത് ഈ ഒലിവുമരത്തിന്റെ എണ്ണയല്ല. അത് പ്രകാശിപ്പിക്കുന്നത് തലയ്ക്കിലുള്ള കുടമാകുന്ന പരിശുദ്ധാത്മാവ ആഗോള ദൈവസഭയെ പ്രകാശിപ്പിക്കുന്നത്, അല്ലാതെ പഴയ നിയമത്തിന്റെ പ്രവാചകന്മാരല്ല, പഴയ നിയമത്തിന്റെ പ്രമാണമല്ല. പഴയ നിയമത്തിന്റെ ഒലിവുമരങ്ങൾ കാണിക്കുന്നത്, ഇടത്തും വലത്തും നിൽക്കുന്നത് അത് രണ്ട് കൂട്ടരെ കാണിക്കുന്നു. ഒന്ന് അബ്രഹാം ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ് ഇടത്ത് നിൽക്കുന്നതെങ്കിൽ സായന്റെ 144,000 വലത്ത് നിൽക്കുന്ന രണ്ടാമത്തെ ഒലിവുമരം. രണ്ട് ഒലിവുമരം അതിനെ കാണിക്കുന്നത്. ഈ ഒലിവുമരമല്ല ഈ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നത്. അതിനുവേണ്ടി എന്തുണ്ട്? വിളക്കുതണ്ടാകുന്ന ക്രിസ്തുവിനോടുകൂടെ പരിശുദ്ധാത്മാവ് എന്ന കുടം എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വിളക്കിലേക്ക് വരുന്നതിനെ 7 കുഴൽ മൂലം ബന്ധിച്ചിരിക്കുക. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നിന്ന് നോക്കാമോ കാണാമോ? ക്രിസ്തുവാകുന്ന വിളക്കുതണ്ടിന്മേൽ പരിശുദ്ധാത്മാവാകുന്ന കുടത്തിലൂടെ ഒഴുകുന്ന എണ്ണയാണ് ആഗോള സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് 7 ദൂതന്മാരാകുന്ന ദൈവസഭയുടെ ദൂതന്മാർ സഭകളെ ബന്ധിപ്പിച്ച് പരിശുദ്ധാത്മാവോട് ബന്ധിച്ച് ക്രിസ്തുവായിട്ട് നിർത്തിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടെന്നുള്ളത്. ഇതാണ് ദൈവസഭ. അല്ലാതെ നമ്മളൊരു വിളക്കുണ്ടാക്കി വെച്ച് ഇതിന് 7 കുഴലുമുണ്ടാക്കി 7 ചുറ്റുവിളക്കുണ്ടാക്കി വെക്കുകയല്ല ചെയ്യുന്നത്. ദൈവസഭയുടെ 7 കാലഘട്ടങ്ങളിലെ സഭയെക്കുറിച്ച് യേശു ക്രിസ്തു വെളിപ്പെടുത്തി. ഇപ്പം ഇത് ഈ ആലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുന്ന ബന്ധത്തിൽ പറയുമ്പോൾ ഇതാണ് സെക്രിയാവിന് മനസ്സിലായതിന്റെ പ്രവചനത്തെ. അവൻ 2 ഒലിവുമരം കാണുന്നത് അവനോട് ബന്ധത്തിൽ കാണുന്നവരെയാണ് കാണുന്നത്. അപ്പം അത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ പറയുന്നു, അവന്റെ കൈ അതിനെ തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ മന്ദിരത്തിന്റെ പണി തീരും എന്നുള്ളത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ രണ്ടാമത് കാണുകയാണ്. അല്പകാര്യങ്ങളുടെ ദിവസം സർവഭൂമിയിൽ ഓടാടിച്ചില്ലെന്ന യഹോവയുടെ 7 കണ്ണ് സെരുബാബിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നതിന് ഞാൻ അവനോട് വിളക്ക് ദണ്ടിന് ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കുക, ഈ വിളക്ക് ദണ്ട് 7 കുഴല് തലയ്ക്കുള്ള കുടം എന്നുള്ളത് അത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. പഴയ വിശുദ്ധന്മാരെ കുറിച്ച് ഉള്ളതല്ല. അത് മന്ദിരത്തോടുള്ള ബന്ധത്തിലുള്ളതാണ്. അത് അവന് ഏകദേശം മനസ്സിലായപ്പോൾ അവൻ മനസ്സിലായി ഇതിനകത്ത് അവൻ ഉൾപ്പെടുന്നില്ല. അവൻ ചോദിക്കുകയാണ്, ഈ 2 ഒലിവുമരം എന്താണെന്ന് ചോദിച്ചു. 2 ഒലിവുമരം എന്താണെന്ന് അവൻ എന്നോട് വിളക്കിന്റെ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2ാം പ്രാവശ്യമാണോട് അവന് ദർശനം പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ ഈ പഴയ നിമിത്ത ദർശനം കിട്ടുന്ന പാർട്ട് ബൈ പാർട്ടായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഭാഗമായിട്ട് വെളിപ്പെടുത്തി എന്ന് പറയുന്നത്. ഭാഗമായിട്ട് വെളിപ്പെടുത്തുന്നത്. പുതിയ നിയമത്തിൽ ഭാഗമായിട്ടല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്, ക്ലിയറായിട്ട് വെളിപ്പെടുത്തി. പാർട്ട് ബൈ പാർട്ടായിട്ട് വെളിപ്പെടുത്തി. അപ്പോൾ ദൈവസഭയുടെ അത് പൊൻനിലവിളക്കും കുടവും എല്ലാം കാണിച്ചിട്ട് ഒരു ഭാഗം വെളിപ്പെടുത്തി. 2 ഒലിവുമരത്തെ വെളിപ്പെടുത്തി. അതിനുശേഷമായിട്ട് അവന് മനസ്സിലായി 2 ഒലിവുമരം മാത്രമല്ല. അവൻ പറയുകയാണ്, 2ാം പ്രാവശ്യനോട് പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്തെന്ന് പറഞ്ഞു. അവൻ എന്നോട് ഇത് എന്താകും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല യജമാനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷക്തന്മാർ എന്ന് പറഞ്ഞു. ഇതല്ലേ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുന്ന 12-ാം അധ്യായത്തിനുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ സെക്രിയാവിന്റെ പറയുന്ന 4-ാം അധ്യായത്തിന്റെ അഭേദ്യമായി ബന്ധം മനസ്സിലായോ? അത് നിഴലായിരുന്നെങ്കിൽ പൊരുളായിട്ടുള്ളതാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഈ മീതെയുള്ള യെരൂശലേമിനോട് ബന്ധപ്പെട്ട് പുതിയ യേശുവോട് ബന്ധപ്പെടുന്ന വിശുദ്ധന്മാർ ആരൊക്കെയെന്ന് ചോദിക്കുമ്പോൾ 7 പൊൻ നിലവിളക്കുകളുടെ ബന്ധത്തിൽ ഉൾപ്പെടുന്ന വിശുദ്ധന്മാർ ഉണ്ട്. അവര് അതിശ്രേഷ്ഠതയുള്ള വിശുദ്ധന്മാരാണ്. ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് പരിശുദ്ധാത്മാവാണ് അവരെ നിറച്ചെടുത്ത് തികവിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ അവർ മാത്രമല്ല, 2 നിലവിളക്കും 2 ഒലിവുമരവുമുണ്ട്. ഈ 2 നിലവിളക്കെന്നുള്ളത് അത് സഭയുടെ ശേഷിപ്പെടുന്നവർ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സുവിശേഷത്തെ അനുസരിക്കുന്നവരാണ്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരാണ് 2 ഒലിവുമരങ്ങൾ. ഇപ്പൊ 2 ഒലിവുമരമുണ്ട്, 2 നിലവിളക്കുകളുമുണ്ട്. അപ്പോൾ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ശേഷിക്കുന്നത് 2 ഒലിവുമരത്തിലും 2 നിലവിളക്കിൽ ഉൾപ്പെടാനുള്ളവരാണ്. ഇവരെയാണ് സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പ് എന്ന് പറയുന്നത്. ഇവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇവിടെ മനസ്സിലാകുന്നത് ഇവർ 2 സാക്ഷികളുടെ സമൂഹത്തെയാണ് കാണിക്കുന്നത്. ഒന്ന് പഴയ നിയമത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഇസ്രായേലിനോട് ബന്ധത്തിൽ, അതുപോലെ പഴയ നിയമത്തോട് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയുടെ കൂട്ടം അവരെ 2 ഒലിവുമരം കാണിക്കുന്നു. പുതിയ നിയമത്തിന്റെ സാക്ഷ്യമാകുന്ന സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു കൂട്ടം.
അവർ രണ്ട് നിലവിളക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ദൈവസഭയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ആഗോള സഭയിൽ നിന്ന് 7 സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സഭയുടെ ശേഷിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ ആധികാരികതയിലും സെക്രിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ ആധികാരികതയിലും ഇന്ന് രാത്രിയിൽ ഉണ്ട് എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവരാരൊക്കെയാണെന്നുള്ളത് തുടർ പഠനങ്ങളിൽ മനസ്സിലാക്കും. അപ്പം ഈ സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം കൊണ്ടാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. സഭയുണ്ട്, സഭയുടെ ശേഷിപ്പ് ഇവിടെ ശേഷിച്ചിരിക്കും. 2 നിലവിളക്ക് കൂടി ഉണ്ട്. അവരാരാകുന്നു എന്നുള്ളത് തുടർമാനമുള്ള ചിന്തകൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ മീതിയുള്ള യേശുവിനോട് ബന്ധപ്പെടുന്നതിൽ 7 പൊൻനിലവിളക്കുകളുണ്ട്, 2 ഒലിവുമരമുണ്ട്, 2 നിലവിളക്കുണ്ട്. അപ്പോൾ ഇവിടെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കാണിക്കുന്നത് പൊൻനിലവിളക്കുള്ള ബന്ധത്തിലും, ചന്ദ്രദേശമുള്ള ബന്ധത്തിലുള്ളത് 2 നിലവിളക്കിനുള്ള ബന്ധത്തിലാണെങ്കിൽ, നക്ഷത്രത്തിലുള്ള ബന്ധത്തിൽ, കിരീടത്തിലുള്ള ബന്ധത്തിൽ നക്ഷത്ര ശോഭയുള്ള ബന്ധത്തിൽ കാണിക്കുന്നത് 2 ഒലിവുമരത്തെ കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വിശുദ്ധന്മാരുടെ കൂട്ടരാണ് സ്വർഗദേശ് പ്രാപിച്ച് പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ കണ്ടിരിക്കുന്ന വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ വചനം മനസ്സിലായെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു വെളിപ്പാട് 12-ാം അധ്യായത്തിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഏതാണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശമായിരിക്കുന്ന ചിത്രം മനസ്സിലായിട്ടുണ്ട്. പുതിയ യെരൂശലേമിൽ ഉൾപ്പെടുവാനുള്ള വിശുദ്ധന്മാരെയെല്ലാം കാണിക്കുന്നതാണ് മീതിയുള്ള യെരൂശലേം. അപ്പോൾ ആ മീതിയുള്ള യെരൂശലേമിൽ നിന്ന് സ്ത്രീ പ്രസവിക്കുന്ന ആദിജാതന്മാരുടെ സഭയെക്കുറിച്ച് ദൈവം വെച്ചാൽ വരുന്ന സമയത്ത് ചിന്തിക്കും. അപ്പോൾ സഭയുടെ ശേഷിപ്പിലുള്ളവരുണ്ട്, പഴയ നിയമത്തിൻ്റെ വിശുദ്ധന്മാരുമുണ്ട്. അവിടെ പുനരുത്ഥാനങ്ങൾ എപ്പോൾ നടക്കുന്നുള്ളത് തുടർന്നുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാകും. ഇനി നമ്മൾ പഠിക്കുന്നത് 12-ാം അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായതുകൊണ്ട് മീതിയുള്ള യെരൂശലേമിനുള്ള ബന്ധത്തിലുള്ള സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സെക്രിയ പ്രവചനം 4-ാം അധ്യായത്തെ എടുത്ത് ഇന്ന് വ്യാഖ്യാനിച്ചത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്നും തെറ്റായിട്ടുള്ള ഉപദേശമല്ല, വ്യക്തതയുള്ള ശക്തമായ ദൈവിക ഉപദേശങ്ങളാണ്. ഇത് വിശ്വാസയോഗ്യമാണ്, ഇത് സത്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് 7 പൊൻനിലവിളക്ക് എന്ന ദൈവസഭയുടെ ആദിജാതന്മാർ സഭയുണ്ട്. ചന്ദ്രദേശ് പ്രാപിക്കുന്ന 2 നിലവിളക്കുണ്ട്. നക്ഷത്രങ്ങളിൽ തേജസ് പ്രാപിക്കുന്ന 2 ഒലിവുമരമുണ്ട്. ഇതാരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ആരൊക്കെയാണ് പുതിയ യെരൂശലേമിൽ ഉണ്ടാകുന്നത്? ആദിജാതന്മാരുടെ സഭ ഉണ്ടായിരിക്കും. ചന്ദ്രദേശ് പ്രാപിക്കുന്ന 2 നിലവിളക്കപ്പെടുന്നവർ കാണും. 2 സമയങ്ങളിൽ അവിടെ പുനരുത്ഥാനം കാണുന്നതുകൊണ്ടാണ് 2 നിലവിളക്കുള്ള ബന്ധം കാണിച്ചിരിക്കുന്നത്. അതുപോലെ പഴയ നിയമത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന അബ്രഹാം ഉൾപ്പെടെയുള്ളവർ മതിലിന്റെ ഭാഗമായിരിക്കും. ഗോപുരങ്ങളുടെ ബന്ധത്തിൽ കിരീടം വെളിപ്പെടുത്തി 12 നക്ഷത്രങ്ങളുള്ള കിരീടത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ വെളിപ്പെടാനുള്ളവരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മരിച്ചവരെന്നുള്ള പുനരുത്ഥാനത്തിൽ ഉൾപ്പെടുന്നവരും 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ ഉൾപ്പെടുന്നവരും അതുപോലെ തന്നെ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ ഉൾപ്പെടുന്നവരുമാണ് മീതെയുള്ള യെരൂശലേമിലുള്ള ബന്ധത്തിലുള്ളവർ. ഈ 3 പുനരുത്ഥാനങ്ങളിലൂടെയാണ് പുതിയ യെരൂശലേമിലുള്ള ബന്ധത്തിലുള്ള സകല വിശുദ്ധന്മാരുടെയും എണ്ണം തികയപ്പെടുന്നത്. അതിനെയാണ് സൂര്യനെ അണിഞ്ഞ് ചന്ദ്രൻകാൽ കീഴായി 12 നക്ഷത്രങ്ങളുള്ള കിരീടം തലയിൽ വെച്ചിരിക്കുന്ന സ്ത്രീയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മീതെയുള്ള യെരൂശലേമാകുന്ന നമ്മുടെ അമ്മയെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് സംശയ കൂടാതെ വളരെ വ്യക്തതയോടുകൂടി വചന തെളിവിനാൽ വെളിപ്പെടുത്തി എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം ബാക്കിയുള്ള ഭാഗം നാളെ ചിന്തിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.